കോൺസെപ്റ്റും ഫിലോസഫിയും നമ്മൾ എക്സ്പ്ലെയിൻ. ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ ലോയേഴ്സ് രജിസ്റ്റർ ചെയ്യുന്നത് മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇതിൽ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട്. പുതിയ ഐഡിയലായ ഇലക്ട്രോണിക് വക്കാലത്ത് എന്ന് പറഞ്ഞ് വളരെ വളരെ മനോഹരമായ ഒരു മൊഡ്യൂൾ ഇതിനകത്ത് ഫോർ ദ ടൈം ബീയിങ് കേരളത്തിൽ ഒബിയസ്ലി ഡ്യൂ ടു ലാക്ക് ഓഫ് റൂൾസ് ഉണ്ട് തൽക്കാലം എടുക്കുന്നില്ല. പക്ഷെ അത് ആസ് ടൈംസ് പാസ് ബൈ നമ്മളത് എടുക്കേണ്ടി വരും. അതുകൊണ്ട് രണ്ട് ഈ എൻ സ്റ്റെപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ വിടുക. ഇതൊന്നുമല്ല പ്രധാന സംഗതി എന്ന് പറയുന്നത്. പാർട്ട്ണർ മാനേജ്മെന്റ്, ലോയേഴ്സിന് അവരുടെ പാർട്ട്നേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കേസ് അസൈൻ ചെയ്യാനോ അതനുസരിച്ച് മുന്നോട്ട് പോകാനോ ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ സംഗതികളും തൽക്കാലം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ഫയലിംഗ് എങ്ങനെ പോസിബിൾ ആവും എന്നുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഭാഗത്തേക്ക് മാത്രമാണ്. കാരണം അതാണ് നമുക്കിപ്പോൾ അത്ര വളരെ അത്യാവശ്യം. മറ്റ് സംഗതികളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻസ് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളതേ ഉള്ളൂ. ലൈവ് സൈറ്റിൽ, ഐ മീൻ ടെസ്റ്റ് സൈറ്റിൽ അത് കാണിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിനകത്തുള്ള ഡീറ്റെയിൽസ് ഇല്ല. നിലവിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലോയർ രജിസ്റ്റർ ചെയ്യുമ്പോൾ എവിടെയാണ് അതിൻ്റെ ഡാറ്റാബേസ്? ഡാറ്റാബേസ് ഈസ് ഓബിയസ്ലി വിത്ത് ദ ബാർ കൗൺസിൽ, ദാറ്റ് പ്രൊഫഷണൽ അപ്പെക്സ് ബോഡി. ഡാറ്റാബേസ് കീപ്പ് ചെയ്യാനുള്ള സകല മെക്കാനിസം ഉള്ളത് ബാർ കൗൺസിലാണ്. അപ്പോൾ ബാർ കൗൺസിലിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു, നമ്മൾ ഇതിലോട്ട് പോർട്ട് ചെയ്ത് നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. ആ ബാർ കൗൺസിലിൻ്റെ ഡീറ്റെയിൽസ് ആ ഡാറ്റ മുഴുവൻ ഇതിനകത്ത് ബാക്കപ്പ് ഉള്ളത് കൊണ്ട് ലോയേഴ്സിന് രജിസ്റ്റർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഇതിനകത്തുള്ളത് ഒരു മൊബൈൽ നമ്പറും ഒരു ഇമെയിൽ വെരിഫിക്കേഷനും ഉള്ള ആ ഡാറ്റ അത് നമ്മൾ ഇതിനകത്തോട്ട് എടുക്കുന്നു. അവിടെ നിന്നാണ് രജിസ്റ്റേർഡ് യൂസേഴ്സ് ഉണ്ടാകുന്നത്. അതർവൈസ് ലോയർ എന്ന് പറഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും കയറി ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇറ്റ് ഹാസ് ടു ബി കൺസ്ട്രൈൻഡ്. ബാർ കൗൺസിലിൻ്റെ ഡാറ്റാബേസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ലോയേഴ്സിൻ്റെ ഓതൻറ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ലോയർ കമ്മ്യൂണിറ്റിക്ക് തന്നെയാണ് അത് ബാധകമായിരിക്കും, അവർ പ്രധാനമായിട്ടും ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഞാൻ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓക്കെ, ഞാൻ എൻ്റെ ഇപ്പൊ കാണാമോ? നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടോ? കാണാം. എൻ്റെ സ്ക്രീൻ മുഴുവനായിട്ട് കാണുന്നുണ്ടല്ലോ നിങ്ങൾ? ഓക്കെ, കാണുന്നത് ഇമെയിലിംഗ് സർവീസസിന്റെ ഡെമോ സൈറ്റ് ആണ് കേട്ടോ ഇത്. gov.in PDEDEB ഇതാണ് സംഗതി. ഈ സൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഡെമോ സൈറ്റാണ്. നിങ്ങളുടേത് ഈ ഫയലിങ്ങിന്റെ ഇതായിട്ടുള്ള സൈറ്റ് ആയിരിക്കും, അത് ലൈവ് സൈറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഫയലിംഗ് സെയിം തന്നെ, സംഗതി ഒരു വ്യത്യാസവുമില്ല, സെയിം തന്നെയാണ്. ഇതിനകത്ത് ഞാൻ ഒരു എഡ്യൂക്കേറ്റ് രജിസ്ട്രേഷൻ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെസ്റ്റ് പർപ്പസിന്, നമ്മുടെ ക്ലാസിൻ്റെ പർപ്പസിന് മാത്രമായിട്ട് എടുത്തിരിക്കുന്നതാണ്. അത് ഒരാളുടെയും ഡാറ്റാബേസിനെ ബാധിക്കുന്നതല്ല. നിലവിൽ നമ്മൾ ലൈവ് സൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ബാധിക്കുകയും ചെയ്യും. അതാണ് നമ്മൾ ജസ്റ്റ് കാണാനുള്ളത്. ആദ്യം നമ്മളൊരു യൂസറെ രജിസ്റ്റർ ചെയ്യുന്നത്, ഒരു യൂസർ, നമ്മൾ പുതിയ യൂസറാണ് എന്നിരിക്കട്ടെ. നേരത്തെ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, കൊമേഴ്സ്യൽ കോർട്ടുകളിലും മറ്റുമൊക്കെ നമ്മൾ ഇതുവരെ ഈ ഫയൽ ചെയ്ത ആളുകളുടെ എല്ലാം ഡീറ്റെയിൽ യഥാർത്ഥത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ മാറ്റേഴ്സും ഇതിനകത്ത് പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി ഡ്യൂ ടു ചില പ്രശ്നങ്ങളുള്ളത് കാരണം എല്ലാ രജിസ്റ്റർ ചെയ്ത നമ്പേഴ്സും ഇതിനകത്ത് പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഒബ്വിയസ്ലി ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഏതൊരെണ്ണം ഈ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഇതിനകത്ത്, ആ യൂസർ ID മുഴുവൻ ഇതിനകത്തോട്ട് പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് വ്യത്യാസമില്ല. അപ്പോൾ നമ്മൾ അഥവാ നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ക്രെഡൻഷ്യൽസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കയറാതായിട്ട് ഈ ഭാഗത്ത് നിന്ന് അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്നുമില്ല, നിങ്ങൾ പുതിയ യൂസറായിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി. കാരണം നിങ്ങളുടെ ബാർ കൗൺസിൽ ഡീറ്റെയിൽ വേറെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ന്യൂ യൂസർ എന്ന് പറഞ്ഞ് ഞാൻ പോവുകയാണ്. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഈ ന്യൂ യൂസർ എന്ന് പോകുമ്പോൾ ഒരു രജിസ്ട്രേഷൻ ഫോം, വളരെ സിമ്പിളായ ഒരു രജിസ്ട്രേഷൻ ഫോം നമുക്ക് വരുന്നുണ്ട്. ആ രജിസ്ട്രേഷൻ ഫോമിൽ നമ്മൾ ആകെ ചെയ്യുന്നത്, ഇപ്പോൾ എൻ്റെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു. സ്റ്റേറ്റ് ഞാൻ കേരള ആയിട്ട് സെലക്ട് ചെയ്തു. കേരള ഞാൻ സെലക്ട് ചെയ്തു. അപ്പോൾ അവിടെ കേരള സെലക്ട് ആയി. ഞാൻ എൻ്റെ ബാർ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുകയാണ്. ഇത് ടെസ്റ്റ് സൈറ്റ് അഥവാ ഡെമോ സൈറ്റ് ആയതുകൊണ്ട് ഇതിൽ കുറേ അഡ്വക്കേറ്റ് മാസ്റ്റർ ട്രെയിനേഴ്സും ഞങ്ങളിൽ കുറേ പേരും ഒക്കെ ഇതിനകത്ത് പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോ നമ്പറുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ലോട്ടുകൾ കുറവാണ്. ഒരു സ്ലോട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തതാണ് ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത്, K.
277 ബാർ ഇയർ ഞാൻ പറഞ്ഞിരിക്കുന്നത് 2021. ഞാൻ ബാക്കിയുള്ളവർക്ക് ഒന്ന് ക്ലോസ് ചെയ്യണേ സർ, ക്ലാസ് എടുക്കുമ്പോ ബാക്കിയുള്ളവർക്ക് മ്യൂട്ട് ആക്കണേ പ്ലീസ്. ഹോസ്റ്റിന് മ്യൂട്ട് ചെയ്യാൻ പറ്റില്ലേ? ഓക്കെ, നമ്മൾ എടുക്കുന്ന കെ 227 2021. ഞാൻ അതൊന്ന് വെരിഫൈ ചെയ്ത് വരുമ്പോൾ എഡ്യൂക്കേറ്റ് ആയിട്ടാണ് സെലക്ട് ആയത്. സക്സസ്ഫുള്ളി റിട്രീവ്ഡ് എഡ്യൂക്കേറ്റ് ഇവിടെ നിന്ന് ബാർ കൗൺസിലിന്റെ ഡാറ്റ ഷീറ്റിൽ നിന്ന് അത് വെരിഫൈ ചെയ്ത് വന്നു. വർണ്ണ എസ് വിജയൻ എന്നൊരു ലോയറാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ചേർത്തിട്ടില്ല, ഫീമെയിലാണ്, കൊല്ലത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. മൊബൈൽ നമ്പർ 4973 എന്ന് വന്നിരിക്കുന്നു. ഇമെയിൽ നമ്പർ ഇവിടെ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിയുന്നത് ഇവിടെ നിന്ന് നിങ്ങൾ ലൈവ് സൈറ്റിൽ പോകുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നിങ്ങളുടെ എസെൻഷ്യൽ ഡീറ്റെയിൽസ്, ഈ സ്റ്റേറ്റ്, ബാർ രജിസ്ട്രേഷൻ നമ്പർ, എഡ്യൂക്കേറ്റ് നെയിം, മൊബൈൽ നമ്പർ, ഇമെയിൽ, ഇത് ഇത്രയും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പാസ്വേഡ് മാത്രമേ കൊടുക്കാവൂ. ബാക്കി ഡീറ്റെയിൽ ഇവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ചെയ്യും. അതിനു മുമ്പ്, അതായത് ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ബാറിൽ നമ്മുടെ ഡീറ്റെയിൽസ് എന്താണുള്ളത്? നമ്മുടെ ഡീറ്റെയിൽസ് ഉള്ളത് ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയുമാണ്. ഇതാണ് നമ്മൾ ഓതന്റിക്കേറ്റ് ചെയ്യാനുള്ളത്. അത് വെച്ച് നമ്മൾ വെരിഫൈഡ് ആയതിനു ശേഷം നിങ്ങൾ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ആണെങ്കിൽ നെയിം മാറ്റാൻ പറ്റില്ല, വേറെ നമ്പർ മാറ്റാൻ പറ്റും, അത് ബാക്കിയൊക്കെ മാറ്റാൻ പറ്റും. അങ്ങനെ മാറ്റുകയാണെങ്കിൽ അത് വെരിഫൈ ചെയ്ത ശേഷം മാത്രം ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ ഈ എസെൻഷ്യൽ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്യാം, ഒരു രജിസ്ട്രേഷൻ നമ്പർ കിട്ടും. അത് കഴിഞ്ഞ് അത് വെച്ച് ഓപ്പൺ ചെയ്ത് പ്രൊഫൈൽ നോക്കി കഴിഞ്ഞാണ് പിന്നീടാണ് നമ്മൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക. അല്ല, ആദ്യം ചെയ്യേണ്ടത് ഇത് രണ്ടും വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? ഓക്കെ, നമ്മൾ ഞാൻ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്റ്റേറ്റ് കേരളയാണ്. പാസ്വേഡ് ഞാൻ ഇതിന്റെ പർപ്പസിന്, ഇത് മിസ് വർണ്ണ വിജയന്റെ ക്രെഡൻഷ്യൽസിനെ ഒരു വിധത്തിലും ബാധിക്കുന്നതല്ല, കാരണം ഇത് ഡെമോ സൈറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു വി ക്യാപിറ്റൽ പാസ്വേഡ് കൊടുക്കുന്നത് ഒരെണ്ണം ക്യാപിറ്റൽ ആയിരിക്കണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, ഇത് എത്ര അറിയാമല്ലോ. അതുപോലെ തന്നെ VARNA@123 എന്ന് ഞാൻ കൊടുത്തു. അത് തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തു തരാം, കൺഫേം ചെയ്തു. VARNA@123 എന്ന് കൊടുത്തു. വളരെ പാസ്വേഡ് ഞാൻ കൊടുത്തു. എന്നിട്ട് OTP കിട്ടണം. ഇത് ടെസ്റ്റ് സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് എനിക്ക് ചില സൗകര്യങ്ങളുണ്ട്. എനിക്കൊരു പാസ്വേഡ് തന്നിട്ടുണ്ട്, OTP വരുന്നത് ഞാൻ ഫോളോ ചെയ്യേണ്ടതില്ല. ടെസ്റ്റ് സൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പർപ്പസിനുള്ളതാണ്. എന്താണ്, ക്ലാസ് എടുക്കുന്നതിൻ്റെയും മറ്റുമൊക്കെ പർപ്പസിനുള്ളൂ, പിന്നെ നമുക്ക് നമ്മുടെ സജഷൻസ് പറയുന്നതിൻ്റെ പർപ്പസിനുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ OTP കൊടുത്തു. ഗെറ്റ് OTP സെൻഡ് ടു യുവർ മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പറിൽ കൊടുത്ത അതേ OTP ഞാൻ ഇവിടെ എൻ്റർ ചെയ്യണം. ഇവിടെ എൻ്റർ ചെയ്യുന്നത് തൽക്കാലം നിലവിൽ എനിക്കുള്ള OTP ഞാൻ എൻ്റർ ചെയ്യുന്ന 1 2 3 4 5 6 എന്നായിരിക്കും. എന്നിട്ട് ഞാൻ ഒരു സെക്കൻഡ് അത് ക്ലിക്ക് ചെയ്തു, OTP സബ്മിറ്റ് ചെയ്തു, OTP വെരിഫൈ ചെയ്തു. OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി സബ്മിറ്റ്. അപ്പം ഇതിനകത്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം, ഞാൻ ഇതിനകത്ത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തോ അങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടില്ല. ഈ ബാർ കൗൺസിൽ കൊടുത്ത ഡീറ്റെയിൽസ് ഏതോ അത് മാത്രമേ ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. രജിസ്റ്റർ അത് ശ്രദ്ധിച്ചോളാം, പറയാം. ക്ലിക്ക് സബ്മിറ്റ്. നമ്മൾ സബ്മിറ്റ് ചെയ്യണം. യു ഹാവ് രജിസ്റ്റേർഡ്, സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. രജിസ്ട്രേഷൻ കോഡ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് എഴുതിയെടുക്കാം. യു ക്യാൻ ലോഗിൻ യൂസിങ് ബാർ രജിസ്ട്രേഷൻ നമ്പർ, മൊബൈൽ നമ്പർ, ഇമെയിൽ ID ഓർ യൂണീക് കോഡ്. ഇത്രയും കൊണ്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമെങ്കിലും ഇറ്റ് ഈസ് അഡ്വൈസബിൾ. അതായത് ട്രാഫിക് ഒക്കെ കൂടിയിരിക്കുന്ന സമയമായതുകൊണ്ട് ചിലപ്പോൾ പ്രോബ്ലംസ് ഉണ്ടായത്. ഇപ്പോഴും നമുക്ക് പൊതുവിൽ ഇപ്പോൾ തുടങ്ങിയ സമയത്ത് ട്രാഫിക് കൂടുതലാണ്. നമുക്ക് NICയുടേതാണ് വലിയ തോതിൽ, ഇപ്പോൾ ഗൂഗിളിനൊക്കെ ഉള്ള പോലെയുള്ള ഒരു വൻ സെർവർ. ഇനിഷ്യൽ ഗ്ലിച്ചസ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിജിറ്റൈസേഷനും ഉണ്ടാകാം. That margin, everybody is entitled. I mean, NIC is obviously entitled.
നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറബിളി രജിസ്ട്രേഷൻ നമ്പർ കൊണ്ട് ഓപ്പൺ ചെയ്യാം. അതാണ്. ഇനി നമ്മളിത് കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ വെരിഫൈ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ഇ ഫയലിംഗ് സർവീസസിലോട്ട് ക്ലിക്ക്. ആ ഇ ഫയലിംഗ് സർവീസസിലോട്ട് ഒന്നുകൂടെ പോകും. പഴയ ഇവിടെ നിന്ന് നമ്മൾ ഈ നമ്പർ കൊടുത്ത് കയറി, ഈ നമ്പറും പാസ്വേഡും കൊടുത്ത് ഒന്നുകൂടെ കയറി നോക്കുക. സ്റ്റേറ്റ് സെലക്ട് ചെയ്തു. സ്റ്റേറ്റ് ഞാൻ കേരള സെലക്ട് ചെയ്തു. ആരോ ഒരാൾ സ്വിച്ച് ഓഫ് ചെയ്യാനുണ്ട്. മൈക്ക് ഒന്ന് ഓഫ് ചെയ്യാം. പ്ലീസ് സ്വിച്ച് ഓഫ്. സർ ഞാൻ എല്ലാവരും മ്യൂട്ട് ആക്കാം, എന്നിട്ട് സാർ മാത്രം ഒന്ന് ഓൺ ചെയ്താൽ മതി. പറ്റുമോ സാറിന്? ആയിക്കോട്ടെ. ഞാൻ മ്യൂട്ട് ഓൾ ആക്കുവാണ് സാർ, എന്നിട്ട് സാറിന് മാത്രം ഒന്ന് ഞാനത് പറയാതിരിക്കായിരുന്നു. സാർ അൺമ്യൂട്ട് ചെയ്യണം. സാറിനെ കേൾക്കാൻ പറ്റുന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. സെലക്റ്റീവ് ഇല്ലല്ലേ? ഗൂഗിളിലുള്ള. ഓക്കെ, ശരി. ഞാൻ കേരള കൊടുത്തു. യെസ്, ഞാനിത് കൊടുത്തു. ബാർ രജിസ്ട്രേഷൻ കോഡ് കൊടുത്താണ് ഞാൻ പോകുന്നത്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന K/277/2021. ഓക്കെ, പാസ്വേഡ് ഞാൻ കൊടുത്തത് VARNA. ഓക്കെ, VARNA@123 എന്നാണ്. ഓക്കെ, അവിടുന്ന് ഞാൻ ഒന്നുകൂടെ ലോഗിൻ ചെയ്ത സമയത്ത് നമ്മുടെ പേരുണ്ട്, വർണ്ണ എസ് വിജയൻ എന്നാണ് പേര്. നമുക്ക് പ്രൊഫൈൽ പിക്ചർ അതെല്ലാം അപ്ലോഡ് ചെയ്യാൻ പറ്റും. പ്രൊഫൈൽ ഡീറ്റെയിൽസും അപ്ലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ പ്രൊഫൈൽ ഡീറ്റെയിൽസ് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കാണുന്നുണ്ടല്ലോ, പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അപ്ഡേറ്റ്, പ്രാക്ടീസിങ്, വെരിഫിക്കേഷൻ, വെരിഫൈ മൊബൈൽ ഓർ ഇമെയിൽ, അത് നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ആ ചുമന്ന ഇതിൽ കിടക്കുന്നത്. നമ്മൾ അതിലോട്ട് പോയിട്ട് ഇപ്പോൾ ഇതിലൊരു മൊബൈൽ നമ്പറുണ്ട്. ഇപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പറുണ്ട്. ആ മൊബൈൽ നമ്പർ വെരിഫൈഡ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഫൈൻ. ഇത് നമുക്ക് ഇമെയിൽ വെരിഫൈഡ് അല്ല. നമ്മൾ ഗെറ്റ് OTP കൊടുത്തു. ഞാനിവിടെ ആ OTP ഇവിടെ എൻ്റർ ചെയ്തു. വെരിഫൈ OTP വെരിഫൈഡ് ആണ്. നമ്മളത് കഴിഞ്ഞിട്ട് OTP വെരിഫൈഡ് സക്സസ്ഫുള്ളി. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് സബ്മിറ്റ് ചെയ്യുകയാണ്. സബ്മിറ്റ് ചെയ്ത് ഡാറ്റ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ വെരിഫൈ മൊബൈൽ എന്നുള്ള ഭാഗം ഇപ്പോൾ ചുമപ്പല്ല. അതായത് ഇറ്റ് ഡസൻറ്റ് റിമൈൻ ടു ബി ഡൺ. വെരിഫിക്കേഷൻ ആദ്യമേ ചെയ്തു. നമ്മൾ ഇനി ഇങ്ങനെ ചെയ്തു നോക്കാം. നമ്മൾ ഇതുവരെ പലരും ചെയ്തുകൊണ്ടിരുന്നതിലുള്ള പ്രോബ്ലം, ഈ വെരിഫൈ ചെയ്യാതെ, അത് സൈറ്റിൻ്റെ ഒരു ഫിലോസഫി നമ്മുടെ മനസ്സിൽ വേണം. ആ സൈറ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആകെ ഞങ്ങളെ തിരിച്ചറിയാനുള്ള മാർഗം ഒരു ഇമെയിൽ ഐഡിയും ഒരു പാസ്വേഡും ഒരു മൊബൈൽ നമ്പറുമാണ്. അത് നിങ്ങൾ വെരിഫൈ ചെയ്താൽ മാത്രമേ പിന്നീട് നിങ്ങൾക്ക് അത് കറക്റ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെയാണല്ലോ വേണ്ടത്. അപ്പോൾ അതാണ്, ദാറ്റ് ഇസ് വാട്ട് ഇസ് ബീൻ ഫോളോഡ്. അപ്പോൾ വെരിഫൈ ചെയ്തതിനു ശേഷം പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തു. പ്രൊഫൈൽ ഡീറ്റെയിൽസിൽ എനിക്ക് വേണമെങ്കിൽ ഇനി ഇതെല്ലാം മാറ്റാം. ഏത് ഡീറ്റെയിൽസും മാറ്റാം. ഡേറ്റ് ഓഫ് ബർത്ത് എനിക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഒരു സെക്കൻഡ്. ഡേറ്റ് ഓഫ് ബർത്ത് വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാം. ഡേറ്റ് ഓഫ് ബർത്ത് പ്രോബബ്ലി 930. സോറി, 21 എൻറോൾ ചെയ്തൊരു കുട്ടിയാണ്. ഞാനൊരു 93 മാറ്റം കൊടുക്കട്ടെ. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു, അഡ്രസ്സ് കൊടുത്തു.
അഡ്രസ് ഞാനത് കൊടുക്കുകയാണ്. അഡ്രസ് പുള്ളിക്കാരിയുടെ അഡ്രസ്സ് കൊടുത്തു. അഡ്രസ് കൊടുത്തു. അഡ്രസ് ഓക്കെ, വിളയിൽ വെറുതെ ഒരു അഡ്രസ് കൊടുത്തു. സ്റ്റേറ്റ് കേരള ആണ്, അത് കൊടുത്തിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് എറണാകുളം എന്ന് കൊടുത്തു. കൊല്ലം തന്നെ കൊടുക്കാവുന്നതാണ്. കൊല്ലം ഈസിയാണ്. കൊല്ലമുണ്ട്. പിൻകോഡ് കൊടുക്കുന്നു. പിൻകോഡ് കൊടുത്തു. 682017. ഓക്കെ. ലാൻഡ് ലൈനാണ്. ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം, നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ പ്രൊഫൈൽ ഡീറ്റെയിൽസ് നമ്മൾ സബ്മിറ്റ് ചെയ്തു. നിലവിൽ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഇപ്പോൾ നമ്മൾ പ്രൊഫൈൽ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം പ്രാക്ടീസിങ് ലൊക്കേഷൻസ് നമ്മൾ മാറ്റുന്നു. പ്രാക്ടീസിങ് ലൊക്കേഷൻസ് മാറ്റുന്നത് നിലവിൽ ഇപ്പോൾ എനിക്ക് കേരള സ്റ്റേറ്റ് ആണ്, എനിക്ക് വേറൊരു സ്റ്റേറ്റിൽ ഫയൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഡൽഹിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡൽഹി ആഡ് ചെയ്യാം. ഇവിടെ ഡൽഹി ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഡൽഹിയിൽ ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെയുണ്ട്. നിലവിൽ കൊല്ലം എന്നുള്ളതിന് കൂടുതലായിട്ട് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന എറണാകുളത്തേക്കും കൂടെ ഉണ്ടെങ്കിൽ എറണാകുളം ആഡ് ചെയ്തു. എറണാകുളം യു ക്യാൻ ഫയൽ. അതായത് ഇതിൻ്റെ രജിസ്ട്രേഷൻ പാൻ ഇന്ത്യ സിംഗിൾ രജിസ്ട്രേഷൻ ആണ് എന്നുള്ളതാണ് എൻ്റെ പ്രിൻസിപ്പിൾ. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഹൈക്കോർട്ടിലാണെങ്കിൽ ഹൈക്കോർട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഡിസ്ട്രിക്ട് കോർട്ടിൻ്റെ കാര്യത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഡിസ്ട്രിക്ട് കോർട്ട് കൊടുക്കുന്നു. ഫോട്ടോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. പാസ്വേഡ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇതിപ്പോൾ വെരിഫൈഡ് ബൈ ബാർ കൗൺസിൽ എന്ന് കാണിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഈ മൊബൈൽ നമ്പർ ചെയ്തു കഴിഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി വേണമെങ്കിൽ നമുക്ക് പുതിയ മൊബൈൽ നമ്പർ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അതും ചെയ്യാം. ഇത് സബ്മിറ്റ് ചെയ്തു. പ്രാക്ടീസിങ് ലൊക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഇനി ഇത് വേണമെങ്കിൽ ഇത് വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാം. ഇത് രണ്ടും നമുക്ക് വെരിഫൈഡ് ആണ്. എഡിറ്റ് ചെയ്ത് മാറ്റുമ്പോൾ ഒരു തവണ നമ്മൾ എഡിറ്റ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ OTP കൊടുക്കണം. OTP കൊടുത്തേ ചെയ്യാൻ പറ്റൂ. കാരണം അപ്പോൾ പുതുതായിട്ട് കൊടുക്കുന്ന നമ്പറിലോട്ട് വരും. അതായത് നിലവിലുണ്ടായിരുന്ന നമ്പറിൽ വെച്ച് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. കാരണം ക്രെഡൻഷ്യൽ എൻഡ് പ്രശ്നമാണ്. ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് അപ്പ് വിത്ത് ബാർ കൗൺസിൽ. ബാർ കൗൺസിലിൻ്റെ ഡാറ്റ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. ക്രെഡൻഷ്യലിൻ്റെ ഇഷ്യൂ ആണ്, അതുകൊണ്ടാണ്. അതല്ലെങ്കിൽ നമ്മൾ പുതിയ നമ്പർ കൊടുക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാണുന്നത് പോലെ ഇപ്പോൾ ഈ കാണുന്നില്ലേ, ഈ കാണുന്ന പോലുള്ള ഒരു സംഗതി വരും. അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് വരും. കൂടുതൽ നമ്മൾ ഇതെല്ലാം ചേഞ്ച് ചെയ്താണ് കൊടുക്കുന്നതെങ്കിലാണ് അപ്ലോഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞ് വരും. അതിൻ്റെ കൂടെ റെക്കോർഡ് ഓത്ത് എന്ന് പറഞ്ഞുകൂടെ വരുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ആവശ്യമില്ല. റെക്കോർഡ് ഓത്ത് എന്ന് പറഞ്ഞുകൂടെ വരുന്നുണ്ട്. നമുക്ക് ഓത്ത് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് നിലവിൽ നമ്മൾ എടുക്കുന്നില്ല. ഇത് മിസ്റ്റർ പ്രകാശ് ചെയ്തതിൻ്റെ ആണ്. അതിനൊരു നമുക്ക് അയച്ചു തന്നാണ്, സ്ക്രീൻഷോട്ട് നമുക്ക് അയച്ചു തന്നാണ്. ഇവിടെ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നതിൽ നിങ്ങളുടെ ബാർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ ഉണ്ടല്ലോ, സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, ബാർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ PDF ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സംഗതി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളത് സബ്മിറ്റ് ചെയ്തു. ഓക്കെ, വെരിഫൈ ചെയ്യേണ്ട ഇതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നിലവിൽ വെരിഫൈഡ് ആണ്. അപ്പോൾ നമ്മൾ പ്രാക്ടീസിങ് ലൊക്കേഷൻ ചെയ്തു കഴിഞ്ഞു. പ്രൊഫൈൽ ഡീറ്റെയിൽസ് നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിട്ട് നമ്മളിതെല്ലാം കൂടെ സബ്മിറ്റ് ചെയ്ത് ഓക്കെ, ലാസ്റ്റ് വെരിഫൈ ചെയ്തു. ഓക്കെ, എൻ്റെ OTP ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ വെരിഫൈ ചെയ്ത് കഴിഞ്ഞു. ഇത് ഓൾറെഡി വെരിഫൈഡ് ആണ്. ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഡാറ്റ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. ഇപ്പോൾ നമ്മുടെ ഡാറ്റ സക്സസ്ഫുള്ളായിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്നത് എന്താണ്, നമ്മുടെ ഡാഷ്ബോർഡിലെത്തി, സ്ട്രൈറ്റ് ഡാഷ്ബോർഡിലെത്തി. ഇനി നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഈ ഫയൽ ചെയ്യാം. എന്തുകൊണ്ടാണ് മിസ് വർണ്ണയെ സംബന്ധിച്ചിടത്തോളം ഡ്രാഫ്റ്റ് ബ്ലീഡിങ്സും കംപ്ലീറ്റഡ് ബ്ലീഡിങ്സും ഡ്രാഫ്റ്റ് IASും കംപ്ലീറ്റഡ് IASും ഓബ്ജെക്ഷൻസും മൈ കേസസും എല്ലാം 0 ആണ്. കാരണം ഇത് പുതുതായിട്ട് ബിഗിൻ ചെയ്യുകയാണ്. നിങ്ങൾ കൂടുതൽ കേസുകൾ ഫയൽ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ കേസിനകത്ത് എത്ര ഡ്രാഫ്റ്റ് ബ്ലീഡിങ്സ് ഉണ്ട് അതെല്ലാം ഇവിടെ കാണാം. എത്ര എണ്ണം സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, സബ്മിറ്റ് ചെയ്യുന്നതെല്ലാം കംപ്ലീറ്റഡ് ബ്ലീഡിങ്സിൽ കാണാം.
ഓബ്ജെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓബ്ജെക്ഷൻസിൽ കാണും. ഇത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം മൈ കേസസിൽ വരും. ഇതേ മൈ കേസസിലോട്ട് നിങ്ങൾ ഇതിനകത്തുള്ളൊരു ഓപ്ഷൻ വെച്ചുകൊണ്ട് ഈ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മൈ കേസസ് എടുത്ത് നിങ്ങൾക്ക് ഒരു കേസ് സെർച്ച് ചെയ്ത് ആ കേസിൻ്റെ ഏത് കേസിൻ്റെ CNR നമ്പർ വെച്ച് സെർച്ച് ചെയ്ത് അത് നിങ്ങൾക്ക് മൈ കേസസിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആ മൈ കേസസിലോട്ട് അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫയൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഫയലിംഗ് ആണ് തൽക്കാലം നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഇതാണ് സംഭവം. ഇനി നമ്മളൊരു പുതിയ കേസ് ഫയൽ ചെയ്യുന്നു. പുതിയ കേസ് ഫയൽ ചെയ്യുന്നതിന് ബെറ്റർ ഞാൻ കരുതുന്നത് ഞാൻ എൻ്റെ ഇതിൽ നേരത്തെ എടുത്തിട്ടുള്ള യൂസർ ID ഉപയോഗിക്കാം എന്നാണ് ഞാനിപ്പോൾ കരുതുന്നത്. നോക്കൂ, നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇത് ഞാൻ തൽക്കാലം ലോഗ് ഔട്ട് ചെയ്യുന്നു. നിലവിൽ നമ്മൾ ലോഗ് ഔട്ട് ചെയ്യണം. ഇവിടെ ലോഗ് ഔട്ട് ചെയ്തു ഞാൻ. ആർ യു ഷുവർ യു വോണ്ട് ലോഗ് ഔട്ട്? ഞാനിപ്പോൾ ലോഗ് ഔട്ട് ചെയ്തു. ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം ഓക്കെ, ഞാൻ ലോഗ് ഔട്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി എൻ്റെ നമ്പറിലോട്ട് കയറണം. കേരള എടുത്തു. ബാർകോഡ് എടുക്കുന്നത് K/244/2021. ഓക്കെ, അതിൽ ഒരു പാസ്കോഡ്, എൻ്റെ ഒരു പാസ്വേഡ് ചെയ്താൽ ഇത് ആ ലോയറുടെ നിലവിൽ ഒരു ലോയറുടെ പേര് ഉണ്ടായിരുന്നു. ഞാൻ ആ ലോയറുടെ പേരും എല്ലാം മാറ്റി ഒക്കെ വെച്ചിരിക്കുകയാണ്. വെറുതെ ആളുടെ തിരിച്ചറിയാനുള്ള കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഡ്രാഫ്റ്റ് പ്ലീഡിങ്സ് ആയിട്ട് 2 എണ്ണം കിടപ്പുണ്ട്. കംപ്ലീറ്റഡ് പ്ലീഡിങ്സ് ആയിട്ട് 5 എണ്ണം ഉണ്ട്. ഇത് ഡെമോ സൈറ്റ് ആയതുകൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നത് CASലോട്ട് പോവില്ല, കൺസ്യൂം ചെയ്ത് പോവില്ല. അതുകൊണ്ട് കംപ്ലീറ്റഡ് പ്ലീഡിങ്സ് ആയിട്ട് 5 എണ്ണം ഉണ്ട്. ഡ്രാഫ്റ്റ് പ്ലീഡിങ്സ് 2 എണ്ണം ഉള്ളത് നമുക്ക് കാണാം. ഇവിടെ 2 കേസുകളുണ്ട്. സീൽ സൂട്ട് ഫോർ ഇൻജങ്ഷൻ, ഉദയനൻ വേഴ്സസ് അന്നമ്മ, രഞ്ജിത്ത് വേഴ്സസ് അനിൽ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് 2-3 സംഗതികളുണ്ട്. ഇതിനകത്ത് ഡോക്യുമെൻ്റ് ഈസ് നോട്ട് അപ്ലോഡഡ് എന്നാണ് സ്റ്റാറ്റസ്. ഒരു ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാത്ത കേസുകളാണ്. ബാക്കി GRN എന്ന് പറഞ്ഞ ഡീറ്റെയിലാണ്. GRN ചോദിച്ചിട്ടുണ്ട്. GRN എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് റവന്യൂ നമ്പറാണ്. ഈ പേയ്മെൻറ്റ്സിനെ സംബന്ധിച്ചാണ്. ഈ പേയ്മെൻറ്റ്സ് നോർമലി വെർഷൻ 3 കമ്പൽസറിയാണ്. കാരണം വെർഷൻ 3 വർക്ക് ചെയ്യുന്നത് ഈ പേയ്മെൻറ്റ്സിൻ്റെ ബേസിസിലാണ്. പക്ഷേ കേരളത്തിൻ്റെ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നമുക്കിത് ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ വി ആർ അവൈറ്റിംഗ് ഇറ്റ്. ഐ തിങ്ക് ഇൻ 60 days ടൈം വി വിൽ ബി പ്രോബബ്ലി ഇൻ ടു ഇ പേയ്മെൻറ്റ്സ് ഓൾസോ. അന്നേരം നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഓത്ത് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ഓത്ത് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇല്ല. നിലവിൽ നമ്മളത് ഫോളോ ചെയ്യുന്നില്ല. ജസ്റ്റ് നോട്ട് ടു മേക്ക് ദി തിങ്സ് ക്യുംബർസം നമ്മളത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്താൽ തന്നെ ഈ ആക്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് സബ്മിറ്റ് എന്നതാണ്. അത് നിങ്ങൾക്ക് കാണാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കംപ്ലീറ്റഡ് പ്ലീഡിങ്സ് എടുത്ത് നോക്കും. എൻ്റെ കംപ്ലീറ്റഡ് പ്ലീഡിങ്സിൽ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് ഇത്രയും കേസുകളിൽ ഞാൻ ആ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്ലോഡ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് നമുക്ക് നോക്കാൻ പറ്റും. കാരണം ഇതെല്ലാം സബ്മിറ്റ് ചെയ്തതാണ്. എല്ലാ കേസുകളും സബ്മിറ്റ് ചെയ്തതാണ്. സ്റ്റാറ്റസ് നോക്കിയാൽ സ്റ്റിൽ കേസ് ഈസ് നോട്ട് കൺസ്യൂംഡ് ഇൻ CIS. കാരണം ഒബ്വിയസ്ലി ഇത് ഡെമോ സൈറ്റ് ആയതുകൊണ്ടാണ്. മറ്റേ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല. കൺസ്യൂമിങ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ ഓപ്പണിംഗ് ടൈമിൽ തന്നെ അത് കൺസ്യൂംഡ് ആയിപ്പോകും. സിസ്റ്റം ഓൺ ചെയ്യുമ്പോൾ തന്നെ അത് കൺസ്യൂംഡ് ആയിപ്പോകും. അതാണ് അവിടെ ചെയ്യുന്നത്. ഓക്കെ, ഫൈൻ. നമ്മളിവിടെ നോക്കുമ്പോൾ ഞാനൊരു പുതിയ കേസ് ഫയൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. പാർട്ട്ണർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതി ഇതിനകത്തൊരു ഫീച്ചർ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് ഓരോ കേസിലേക്കും നിങ്ങളുടെ ഇമെയിൽ, നിങ്ങളുടെ യൂസർ ID നിങ്ങളുടെ പാർട്ട്നേഴ്സായിട്ട് അതല്ലെങ്കിൽ അസോസിയേറ്റ്സ് ആയിട്ട് അല്ലെങ്കിൽ കൊലീഗായിട്ടൊക്കെ നിങ്ങൾക്ക് ആളുകളെ ആഡ് ചെയ്യാൻ പറ്റും. പാർട്ണർഷിപ്പ്, വേറൊരാളുടെ പാർട്ണർഷിപ്പിനെ ഓഫർ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് റിവോക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമിൽ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് നെസസറി റൂൾസ് നിലവിൽ ഇല്ല.
അങ്ങനെ ഒരു വിഷയമുണ്ട്, അങ്ങനെ ഒരു തർക്കം വരാൻ സാധ്യതയുണ്ട്. നിലവിൽ ഇത് കമ്പൽസറി അല്ല എന്നുള്ളതിൻ്റെ കാരണം പറയുകയാണ്. റിവോക്കേഷൻ നമുക്ക് ഒരാൾ റിവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, ആക്സെപ്റ്റിംഗ് റിവോക്കേഷൻ ഉണ്ട്. പാർട്ട്നേഴ്സ് എത്ര പേര് നിലവിലുണ്ടെന്നുള്ള എൻ്റെ റിപ്പോർട്ടൊക്കെ ഇവിടെ കിട്ടും. അതുപോലെ ഈ വക്കാലത്തിനെ സംബന്ധിച്ച് ഒരു പാർട്ട്ണറെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ആ പാർട്ട്ണർക്ക് ഒരു പെർട്ടിക്കുലർ കേസ് നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ ജൂനിയേഴ്സിനെയും എല്ലാ കേസുകളും ഏൽപ്പിക്കാറില്ല. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കേസ്, ഫോർ എക്സാമ്പിൾ സംബടി വേഴ്സസ് സംബടി എന്ന് പറഞ്ഞത് പാർട്ട്ണർ എ ഏൽപ്പിക്കുന്നു, ഓർ അസോസിയേറ്റ് എ ഏൽപ്പിക്കുന്നു. അതുപോലെ ക്ലയൻറ്റിൻ്റെ ഒരു ഓഫർ, ക്ലയൻറ്റിനും ഇതുപോലെ യൂസർ ഐ ഡി എടുക്കാൻ പറ്റും. നേരത്തെ കണ്ടു ലിറ്റിഗൻ്റ് എന്നുള്ളത് പോലെ ക്ലയൻറ്റിനും പറ്റും. ആ ക്ലയൻറ്റ് ഇത് യൂസർ ഐ ഡി എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് നമുക്കൊരു ഓഫർ തരാൻ പറ്റും, നമ്മുടെ യൂസർ ഐ ഡിയിലേക്ക് ഒരു ഓഫർ അയക്കാൻ പറ്റും. ആ ഓഫർ നമുക്ക് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഈ വക്കാലത്ത് എന്ന കോൺസെപ്റ്റ് ഉണ്ടാകുന്നത്. ആ വക്കാലത്തിന് നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. ബട്ട് പ്രോബബ്ലി ഈ ഫീച്ചേഴ്സ് എല്ലാം നമുക്കൊന്ന് റീവാമ്പ് ചെയ്യേണ്ടി വരും. നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയത്തേക്ക് പ്രോബബ്ലി നമുക്ക് റീവാമ്പ് ചെയ്യേണ്ടി വരും. അതിൻ്റെ മോഡൽസും ടെംപ്ലേറ്റ്സ് എല്ലാം നമുക്ക് റീവാമ്പ് ചെയ്യേണ്ടി വരും. നിലവിൽ നമ്മളത് വി ആർ നോട്ട് ഇൻ ടു ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. സോ നമ്മൾ ചെയ്യാനുള്ളത് കേസ് ഫയലിംഗ് ആണ്. നമ്മുടെ പുതിയ കേസ് ഫയലിംഗ് ആണ്. നിങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങളുടെ ഒരു ക്ലയൻറ്റ് ഉണ്ടെങ്കിൽ അയാളെ ഫേവറേറ്റ് ക്ലയൻ്റായിട്ട് നമുക്ക് മാർക്ക് ചെയ്യുകയും ചെയ്യാം. അതൊക്കെ ഇരിക്കട്ടെ. നമ്മൾ പുതിയ കേസിൻ്റെ ഫയലിങ്ങിലോട്ട് പോകും. അപ്പോൾ പുതിയ കേസ് ഡ്രാഫ്റ്റ് പ്ലീഡിങ്സ് എന്ന് പറയുന്നിടത്ത് എനിക്ക് ഒരു കേസും കൂടെ വരുമെന്നുള്ളതേ ഉള്ളൂ. ന്യൂ കേസ് ഫയലിംഗ്. ഞാനൊരു കേസ് ഫയൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഫൈൻ. എൻ്റെ കേസ് ഫയലിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ്. ഞാൻ ഈ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്തു. ഞാനിപ്പോൾ എറണാകുളം സെലക്ട് ചെയ്തു. എസ്റ്റാബ്ലിഷ്മെൻറ്റ്, എറണാകുളത്തെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. എറണാകുളത്ത്, കാരണം ഇതിവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ രണ്ടെണ്ണം കണ്ടാൽ എന്താണ്, ഞാൻ എറണാകുളവും കാസർഗോഡുമാണ് നേരത്തെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് നിലവിൽ ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന എറണാകുളവും കാസർഗോഡുമാണ്. നേരത്തെ നമ്മൾ ചെയ്ത കുട്ടിക്ക് നമ്മൾ ചെയ്തത് എറണാകുളവും കൊല്ലവുമായിരുന്നു. അല്ല, കൊല്ലം പ്രിൻസിപ്പലി എറണാകുളം അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഏത് സെലക്ട് ചെയ്യുന്നോ അതിവിടെ വരും. സെലക്ട് ഡിസ്ട്രിക്റ്റ്. ആ ഡിസ്ട്രിക്റ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഞാനിവിടെ എറണാകുളം സെലക്ട് ചെയ്തു. എനിക്ക് എറണാകുളം മുൻസിഫ് കോടതിയിൽ ഒരു കേസ് വരികയാണ്. മുൻസിഫ് കോർട്ട് എറണാകുളം. ഓക്കെ, മുൻസിഫ് കോർട്ട് എറണാകുളത്തിൽ ഒബിയസ്ലി സിവിലായിരിക്കും. അതുകൊണ്ട് സിവിൽ അങ്ങനെ തന്നെ. ഞാൻ എന്ത് റിലീഫിനാണ് ഫയൽ ചെയ്യുന്നത്? ഞാൻ ഫയൽ ചെയ്യുന്ന ഒരു പൊസഷൻ സ്യൂട്ടാണ്, ഒരു പൊസഷനാണ്. ആ കേസ് ടൈപ്പ് എന്താണെന്നുള്ളത്, ഇതിൻ്റെ ഈ ടൈപ്സ് നമുക്ക് കൂടുതൽ ഇപ്പം വന്നിട്ടുണ്ട്. ഇതിൽ കാണുന്ന അത്രയൊന്നും അല്ല. ലൈവ് സൈറ്റിൽ കൂടുതൽ സംഗതികളുണ്ട്. ഫോർ പൊസഷൻ ബൈ എ ലാൻഡ് ലോഡ് അഗൻസ്റ്റ് ടെനന്റ്, സിവിൽ സ്യൂട്ട് പൊസഷൻ, അതാണ് ജനറലായിട്ട് വരുന്നത്. സിവിൽ സ്യൂട്ട് പൊസഷൻ സിവിൽ സ്യൂട്ടാണ്. ഇത് വെറും ഡീറ്റെയിൽ മാത്രമാണ്. ഇതൊക്കെ കേസ് ടൈപ്പ് സിവിൽ സ്യൂട്ട് പൊസഷൻ. പ്ലെയിൻറ്റിഫ് അഥവാ ഡിഫൻഡൻറ്റ്. പ്ലെയിൻറ്റിഫ് ഞാൻ അനിൽ എന്ന് കൊടുക്കുന്നു. പുള്ളിയുടെ മൊബൈൽ നമ്പർ ഞാൻ കൊടുത്തത്, ഞാൻ നിലവിൽ ചുമ്മാ കൊടുക്കുന്നത് 7575757577. അങ്ങനെ കൊടുത്തിട്ട് ഞാനത് സബ്മിറ്റ് ചെയ്തു. ഇനീഷ്യൽ ഇൻപുട്സാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇനീഷ്യൽ ഇൻപുട്സിലാണ്. ഞാൻ ഇനീഷ്യൽ ഇൻപുട്സ് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഒരു ഇ ഫയലിംഗ് നമ്പർ ജനറേറ്റ് ചെയ്തു. C2022, അത് വർഷം 00001. ഞാൻ ഇതിനകത്തുനിന്ന് ഫയൽ ചെയ്ത ആദ്യത്തെ സിവിൽ സ്യൂട്ട് നടത്തിയത്. എൻ്റെ ഇ ഫയലിംഗ് നമ്പർ ഇത്. ആ ഇ ഫയലിംഗ് നമ്പർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി അടുത്തത് ചെയ്യാനുള്ളത്, ഞാൻ നേരെ പോയത് ലിറ്റിഗൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ്. അതിവിടെ കാണാമല്ലോ, ലിറ്റിഗൻ്റ്. എൻ്റെ കേഴ്സർ മൂവ് ചെയ്യുന്ന കാണാൻ പറ്റില്ലേ? സംബഡി മേ സ്വിച്ച് ഓൺ ആൻഡ് സേ. കാണാൻ പറ്റും. ഞാൻ ഐ വാസ് ഷെയറിങ് മൈ അപ്പോൾ പോപ്പപ്പ് വീഡിയോ, പോപ്പപ്പ് വരുന്നതും കാണുന്നുണ്ടല്ലോ അല്ലേ? കുഴപ്പമില്ല, കാണുന്നുണ്ട്. ലിറ്റിഗൻ്റ് ഉണ്ട്. ലിറ്റിഗൻ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. ലിറ്റിഗൻ്റ് എന്നൊക്കെ ദിസ് ടാബ് ഈസ് കമ്പൽസറി. ലിറ്റിഗൻ്റ് കമ്പൽസറി ആണ്. ആരുടെ പേരിലാണോ കൊടുക്കുന്നത് അതല്ലേ കമ്പൽസറി ആയിട്ടുള്ളൂ. ജെൻഡർ മെയിലാണ്. റിലേഷൻഷിപ്പ് ഞാൻ സൺ ഓഫ് കൃഷ്ണൻ എന്ന് കൊടുത്തു. പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നമുക്ക് കൊടുക്കാം. ലിറ്റിഗൻ്റ് ഇപ്പം നമ്മൾ നിൽക്കുന്ന പ്ലെയിൻറ്റിഫിലാണ്. കാണാമല്ലോ, സ്യൂട്ടായിരുന്നു, അതുകൊണ്ട് പ്ലെയിൻറ്റിഫാണ്. കാണാം. ഓക്കെ, പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വേണമെന്നില്ല, നമുക്ക് ഏജ് കൊടുത്താൽ മതി. ഏജ് നമുക്കൊരു 54 കൊടുത്തു. എക്സ്ട്രാ പെറ്റീഷനേഴ്സ് ഉണ്ടെങ്കിൽ എത്ര പെറ്റീഷനേഴ്സ്, ഒന്നിലധികം പ്ലെയിൻറ്റിഫ് ഉണ്ടെങ്കിൽ അവിടെ എത്ര പേരുണ്ടെന്നുള്ളത് കൊടുക്കണം. എക്സ്ട്രാ പെറ്റീഷനേഴ്സ് പ്ലസ് ഇത് 1 + 3 4 ആണ്. അപ്പോൾ 3 ആയിട്ട് കൊടുക്കണം എക്സ്ട്രാ പെറ്റീഷനേഴ്സ്. അത് കഴിഞ്ഞ് കാസ്റ്റ് ഇതൊന്നും കമ്പൽസറി അല്ല. ഇമെയിൽ കൊടുക്കാം.
ഇമെയിൽ കൊടുക്കുന്നത് നമുക്ക് ഇമെയിൽ നമുക്ക് എന്താണ് കൊടുത്തത്? Gmail നമ്മൾ കൊടുത്തു. ഓക്യുപ്പേഷൻ അഡ്രസ്സ് കമ്പൽസറി ആണ്. ഈ പാർട്ടിയുടെ അഡ്രസ്സ് കമ്പൽസറി ആണ്. അഡ്രസ്സ് നമ്മൾ വെറുതെ ഒരു പാർട്ടിക്ക് ശരി. പിൻകോഡ് നമുക്ക് ഏതെങ്കിലും ഒരു പിൻകോഡ് ഓക്കെ 68 അത് കൊടുത്തു. പിൻകോഡ് കൊടുത്തു. മൊബൈൽ നമ്പർ മാറിപ്പോയി. മൊബൈൽ നമ്പർ ഞാൻ പറഞ്ഞത് 75. ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു നമ്പർ ചുമ്മാ കൊടുക്കാൻ പോയതിലാണ് പറ്റിയത്. ഇത് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. റെക്കോർഡ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി. അത് കഴിഞ്ഞിട്ട് അപ്പോഴും ലിറ്റിഗൻറ്റിൽ തന്നെ നമ്മൾ നിൽക്കുകയാണ്. ഇനി നമ്മൾ ഡിഫൻഡൻറ്റിനെയാണ് ചേർക്കുന്നത്. നമ്മൾ ഡിഫൻഡൻറ്റിലോട്ട് മാറി. ഡിഫൻഡൻറ്റിൻ്റെ പേര് ഇതും കമ്പൽസറിയാണ്. ഡിഫൻഡൻറ്റിൻ്റെ പേര് മിസ്സസ് സിന്ധു, ഫീമെയിൽ. റിലേഷൻഷിപ്പ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഒരു ഏജ് നമുക്ക് ചിലപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ഏജ് അറിയാം. നമ്മൾ 34 എന്ന് കൊടുത്തു. എക്സ്ട്രാ പെറ്റീഷനേഴ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഇമെയിൽ ഐ ഡി നമുക്ക് അറിയാമെങ്കിൽ കൊടുക്കാം, മൊബൈൽ നമ്പർ അറിയാൻ കൊടുക്കാം, പിൻകോഡ് അറിയാൻ കൊടുക്കാം. എനിവേ അഡ്രസ്സ് കമ്പൽസറിയാണ്. അഡ്രസ്സ് കമ്പൽസറി ആണെന്നുള്ളത് കൊണ്ട് നമ്മൾ ഗോവിന്ദം പാല വെറുതെ കൊടുത്തു. അങ്ങനെ കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് താലൂക്ക്, ഡിസ്ട്രിക്റ്റ് ഇതെല്ലാം സെലക്ട് ചെയ്യാം. ഇതെല്ലാം ഡ്രോപ്പ് ഡൗൺ കിട്ടും. നമുക്ക് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് എറണാകുളം സെലക്ട് ചെയ്താൽ നോക്കാം. താലൂക്ക് കണയന്നൂർ കൊടുത്തു. സ്റ്റേറ്റ് കേരള തന്നെയാണ്. ഓക്കെ, സ്റ്റേറ്റ് നമ്മൾ നേരത്തെ കേരള എന്ന് കൊടുത്തിരുന്നു. ഓക്കെ, ഇവരും കേരള സ്റ്റേറ്റ് തന്നെയാണ്. ഓക്കെ, കേരള. കണയന്നൂർ വില്ലേജ് എടക്കാട്ടുകാൽ വില്ലേജ്. അങ്ങനെ കൊടുക്കാം. നമ്മൾ കഴിയുന്നത്ര ഡീറ്റെയിൽസ് സപ്ലൈ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ഏറ്റവും കൂടുതൽ ഡീറ്റെയിൽസ് സപ്ലൈ ചെയ്യുന്നതാണ് നിങ്ങൾക്കും നല്ലത്. സോ ക്ലിക്ക് ചെയ്യും. അത് സേവ് ചെയ്തു. ഇപ്പോൾ 2 പാർട്ടിയെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, വാദിയും പ്രതിയും നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞു. അനിൽ വേഴ്സസ് വിഷ്ണു എന്ന് പറഞ്ഞ ഒരെണ്ണം വന്നു. ദിസ് ടാബ് ഈസ് ഇനി ഫാക്ട് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരെണ്ണം പോകുന്നുണ്ട്. അപ്പോൾ പ്ലെയിൻറ്റിഫ്, ഡിഫൻഡൻ്റ് രണ്ടും നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് ഫാക്ട് ഡീറ്റെയിൽസിലോട്ടാണ്. ഫാക്ട് ഡീറ്റെയിൽസിലോട്ട് പോകുന്നത് നെക്സ്റ്റ് കൊടുത്താൽ ഫാക്ട് ഡീറ്റെയിൽസിലോട്ട് പോകാം. ഈ ഫാക്ട് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കമ്പൽസറി അല്ല. ഇത് മഹാരാഷ്ട്രയിലും മറ്റൊക്കെ ഇത് ഇനിഷ്യലി ഉണ്ടായത് മഹാരാഷ്ട്രയിലായിരുന്നു. മഹാരാഷ്ട്രയിൽ അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. കാരണം ഫാക്ട് ഡീറ്റെയിൽ, ഫാക്ട് ടൈം എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഫാക്ട് ഷീറ്റ് എല്ലാ സ്യൂട്ടിൻ്റെയും മേളിൽ കാണും. അവിടെ പെട്ടെന്ന് നമുക്ക് ജഡ്ജസിൻ്റെ സൗകര്യത്തിന് ചെയ്യുന്നതാണ്. അത് കൂടുതൽ ഫാക്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഫാക്സ് ചെയ്യാം. അപ്പോൾ ഫാക്സ് 1, 2, 3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്സ് ടൈം കാര്യങ്ങളെല്ലാം പറഞ്ഞ് അങ്ങനെ കാണും. എനിവേ ഇതവിടെ നമുക്ക് ആവശ്യമില്ലാത്തത് നമ്മൾ നെക്സ്റ്റ് കൊടുത്ത് പോയി കേസ് ഡീറ്റെയിൽസ് കൊടുത്തു. കോസ് ഓഫ് ആക്ഷൻ നമുക്ക് കോസ് ഓഫ് ആക്ഷൻ ഡീറ്റെയിൽ നമ്മൾ കൊടുക്കുകയാണ്. കോസ് ഓഫ് ആക്ഷൻ ഡീറ്റെയിൽ നമ്മൾ കൊടുത്തു. കോസ് ഓഫ് ആക്ഷൻ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ യെസ്, ഓക്കെ, നമ്മൾ കോസ് ഓഫ് ആക്ഷൻ ഡീറ്റെയിൽ കൊടുത്തു. കോസ് ഓഫ് ആക്ഷൻ ഡീറ്റെയിൽ കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് കോസ് ഓഫ് ആക്ഷൻ്റെ ഡേറ്റ്, ഇതൊക്കെ കമ്പൽസറി സംഗതികളാണ്. കോസ് ഓഫ് ആക്ഷൻ ഡീറ്റെയിൽ ഞാൻ കൊടുത്തു. ഇന്നലെയാണ് സംഭവം. അപ്പോൾ കോസ് ഓഫ് ആക്ഷൻ ഡീറ്റെയിൽ കൊടുത്തു. ഇനി ഇമ്പോർട്ടൻ്റ് ഇൻഫർമേഷൻ ഓർ സബ്ജക്ട് ഓഫ് റീസൺ അതെല്ലാം കൊടുക്കുന്നു. പ്രയർ വേണമെങ്കിൽ കൊടുക്കുന്നു. ലെറ്റ് ദ ഡിഫൻഡൻസ് ബി റിസ്ട്രൈൻഡ് ഫ്രം ട്രസ്പാസിങ് ഇൻ ടു ദ പ്ലെയിൻഷ്യലി പ്രോപ്പർട്ടി ഓർ ഡിസ്ചാർജ് പീസ്ഫുൾ പൊസഷൻ അങ്ങനെയൊക്കെ പറഞ്ഞു. എല്ലാം നമ്മൾ പ്രയർ ചോദിക്കുന്നു. ഓക്കെ, ആ പ്രയർ അങ്ങനെയായിരുന്നു. ഇനി ലോക്കൽ ലാംഗ്വേജ് അതൊന്നുമില്ല. വാല്യുവേഷൻ നമുക്കിവിടെ കൊടുക്കാവുന്നതാണ്. ഇതെല്ലാം ഓപ്ഷണലാണ്. ഈ സംഗതികളെല്ലാം കൊടുത്തതിന് ശേഷം പക്ഷേ ഇവിടെ കമ്പൽസറിയാണ് ആക്ട്. നമ്മളിത് സ്യൂട്ട് സിവിൽ PC ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ
സിവിൽ പ്രൊസീജിയർ കോഡ്, സിവിൽ പ്രൊസീജിയർ PR, യെസ്, കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ. കോഡ് ഓഫ് സിവിൽ പ്രൊസീജിയർ നോർമലി സെക്ഷൻ 26. കൂടുതൽ ആക്ട്സ് വേണമെങ്കിൽ സ്പെസിഫിക്കലി ഫാക്ട് ചേർക്കാം. കൂടുതൽ ആക്ട്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർക്കാം. അത് സേവ് ചെയ്ത ശേഷം നമ്മൾ അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്ന ഈ ഫയൽ ഏരിയയിലാണ്. അപ്പം നമ്മൾ ഇതുവരെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ പ്ലീഡിങ്സ് ഒന്നും ചേർത്തിട്ടില്ല എന്ന് ഓർക്കുക. നിലവിൽ നമ്മൾ പ്ലീഡിങ്സ് ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇപ്പം കൊടുത്ത ഡീറ്റെയിൽസ് ഏതെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് ഈ പെൻ കാണിച്ചിരിക്കുന്നത് എഡിറ്റിംഗ് ഓപ്ഷനാണ്. ഈ എഡിറ്റിങ്ങിൽ നമുക്ക് നോക്കാം. നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ഈ പറയുന്ന സകല ഡീറ്റെയിൽസും നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ പോസിബിൾ ആണ്. വേണമെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ്, സകല ഡീറ്റെയിൽസ് നമുക്ക് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മളിതിൽ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതെല്ലാം സേവ് ചെയ്ത് പോവുകയാണ്. സേവ് ചെയ്ത് പോയി നമ്മൾ ഈ ഫയലിലാണ് നിലവിൽ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഫയലിലേക്ക് നോക്കുമ്പോൾ നമ്മൾ ഫിനിഷ് ചെയ്യുന്നതെല്ലാം പച്ച നിറത്തിലോട്ട് മാറും. നമ്മളിപ്പോൾ ഈ ഫയലിലാണ് നിൽക്കുന്നത്. ഈ ഫയലിൽ നിൽക്കുന്നതിന് മുമ്പ് നമുക്ക് ഓരോന്നും പ്രിവ്യൂ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് വെച്ച് പ്രിവ്യൂ ചെയ്യാൻ പറ്റും. ഓരോന്നും നമുക്ക് പ്രിവ്യൂ ചെയ്യും. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് നോക്കണം. ഫാക്ട് ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ ഇവിടെ നോക്കിയാണ്. ഫാക്ട് ഡീറ്റെയിൽസ്, കേസ് ഡീറ്റെയിൽസ് നോക്കണമെങ്കിൽ കേസ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാം. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വന്നതിന് ശേഷം അതിവിടെ ചെയ്യണേ. ക്ലോസ് 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 അടച്ച. യെസ്. ഇനി അത് കഴിഞ്ഞിട്ട് ഈ ഫയൽ ചെയ്യുകയാണ്. നമ്മളിത് ക്ലിക്ക് ഈ ഫയൽ. അപ്പോൾ എനിക്കിനി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ചേർക്കാനില്ല. ഞാൻ ഈ ഫയൽ ചെയ്തു. ഈ ഫയൽ ചെയ്യുമ്പോൾ എനിക്കൊരു ഡു യു വാണ്ട് ടു സബ്മിറ്റ് ദ കേസ്, വൺസ് സബ്മിറ്റഡ് കേസ് ഡീറ്റെയിൽസ് കനോട്ട് ബി അണ്ടർഡ്. അപ്പോൾ നമ്മളിതെല്ലാം വെരിഫൈ ചെയ്തിട്ട് വേണം ഈ ഫയൽ ചെയ്യുക. ക്ലിക്ക് ഓക്കെ. കേസ് ഈ ഫയലിൻ്റെ സക്സസ്ഫുൾ. ഇപ്പോൾ കേസ് ഈ ഫയൽ ചെയ്തു. നമ്മൾ നേരത്തെ കൊടുത്ത് പ്രീവിയസ് ആയിട്ട് നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ തന്നെ ഈ ഫയൽ ജനറേറ്റ് ചെയ്യും. ഈ ഫയൽ നമ്പർ നമുക്ക് ഇതാണ് അതിൻ്റെ കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നത്. ഇതെല്ലാം നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന കേസുകളെല്ലാം പൊസഷൻ സ്യൂട്ട്, ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന പൊസഷൻ സ്യൂട്ട്, ഇപ്പോൾ ലാസ്റ്റിൽ കൊടുത്തിരിക്കുന്ന പൊസഷൻ സ്യൂട്ട് ഇതാണ്. റിവ്യൂ ചെയ്യാം. ഇത് ഞാൻ കൊടുത്തതിൽ എന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയെങ്കിൽ എനിക്ക് ഇവിടെ നിന്ന് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. നിലവിൽ കൊടുത്തിരിക്കുന്ന സാധനം നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഡ്രാഫ്റ്റ് ആയിട്ട് കിടക്കുന്ന സാധനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. CISൽ കൺസ്യൂം ചെയ്യാനായിട്ട് പോകുന്ന സാധനം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റില്ല. അതിനുമ്പോഴും നമ്മൾ ഡിലീറ്റ് ചെയ്യും. ഓക്കെ, ഫൈൻ. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ചെയ്ത് കഴിഞ്ഞിട്ട് ഇനിയാണ് അതിൻ്റെ ഒരു എസെൻഷ്യലായ ഒരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്നിട്ട് നമ്മുടെ ഈ കേസിനകത്ത് നമ്മുടെ ഈ ഫയലിംഗ് സർവീസസിന് ഇപ്പം ഞാൻ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് കാണാം ഈ ഡ്രാഫ്റ്റ് ബ്ലീഡിങ്സ്. ഈ ഡ്രാഫ്റ്റ് ബ്ലീഡിങ്സ് നമ്മൾ എടുക്കും. ഇപ്പോൾ ഡ്രാഫ്റ്റ് ബ്ലീഡിങ്സിൻ്റെ എണ്ണം 3 നിലവിൽ 2 ഉണ്ടായിരുന്നു. ഇത് ആക്ഷൻ എന്ന് പറഞ്ഞ ഭാഗം ബ്ലാങ്ക് ആയിട്ട് കിടക്കുകയാണ്. നമ്മളിതിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആക്ഷൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സബ്മിറ്റ് എന്ന് വരും. അങ്ങനെയാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് CISലോട്ട് കൺസ്യൂം ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞു. അതുവരെയുള്ള ആക്ഷനെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടതുള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ്സ് കൂടെ ഒന്ന് മനസ്സിലാക്കണം. ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിക്കാം. ഞാൻ ഈ കേസിൽ സിവിൽ സ്യൂട്ട് പൊസഷൻ ഇതിനകത്താണ് ചെയ്യുന്നത്. ഇതിനകത്ത് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ വേറെ ഒരു സാധനം ചെയ്യേണ്ട. പ്ലീഡിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഡ്രോപ്പ് ഡൗൺ ബോക്സ് കാണും. ഇതിൽ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റിൻ്റെ ആവശ്യം വരില്ല. കാരണം ഈ പറയുന്ന ടെംപ്ലേറ്റ്സ് പലതും നിലവിൽ നമുക്ക് അത്ര കണ്ട് യൂസ്ഫുൾ ഒന്നുമില്ല. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ അവരവരുടേതായ രീതിയിൽ കേസുകൾ എഴുതുകയും സബ്മിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അതിൻ്റെ ഫോർമാറ്റല്ല. ഫോർമാറ്റിൽ പോലും നിങ്ങൾ ഫോളോ ചെയ്യുന്നതിനകത്ത് ഓരോരുത്തർക്കും അവരവരുടേതായ മാർക്സ് ഉണ്ട്. അതുകൊണ്ട് മൈ പേഴ്സണൽ വ്യൂ ഇസ് ദാറ്റ് ടെംപ്ലേറ്റ്സ് അത്ര കണ്ട് ആശ്രയിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അങ്ങനെയുള്ള ആളുകളാണ്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വർത്ത്. സോ പ്ലീഡിങ്സ് അതുകൊണ്ടാണ് ഞാൻ ആവശ്യം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്ലീഡിങ്സിൽ പോകുന്നു. പ്ലീഡിങ്സ് പോകുമ്പോൾ നിങ്ങൾ ഇത്രയും സംഗതികൾ ശ്രദ്ധിക്കുക. ഞാൻ ഈ പ്ലീഡിങ്സ് ജനറേറ്റ് കൊടുക്കാൻ പോവുകയാണ്. പ്ലീഡിങ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എവിടെ നിന്നൊക്കെയാണ് കാണാൻ. ഇവിടെ കാണാം. സെർച്ച് മൈ കേസസ്. നോർമലി മൈ കേസസ് നമ്മൾ നേരത്തെ ഈ ഇതിനകത്ത് പോയി പോർട്ട്ഫോളിയോയിൽ പോയി സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് മൈ കേസസിലോട്ട് ആഡ് ചെയ്ത് കിടക്കുന്ന കേസുകളാണ് മൈ കേസസ് വരുന്നത്. ഈ മൈ കേസസ് ഇവിടെ ഈ ഡെമോ സൈറ്റിനകത്ത് മൈ കേസസ് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് പിന്നെ ഇമ്പോർട്ട് ചെയ്തൊക്കെ കൊണ്ടുവരേണ്ടി വരും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് മൈ കേസസ് അല്ല നമ്മുടെ ഇപ്പോഴത്തെ പ്രധാന കൺസേൺ. മൈ കേസസിൽ വരുന്നത് റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഫയൽ ചെയ്യാനാണ്. മൈ കേസസ് നമുക്ക് ഇതിനകത്ത് ലൈവ് സൈറ്റിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ മനസ്സിലാവാനേ ഉള്ളൂ. ഇതിനകത്ത് കാണിക്കേണ്ട കാര്യം പോലുമില്ല.
സോ നമ്മളിവിടെ ന്യൂ കേസിലാണ് ചെയ്യുന്നത്. കാരണം എന്താണ്, നമ്മളിപ്പോൾ ഫയൽ ചെയ്ത കേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂ കേസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഫയലിംഗ് നമ്പർ ഉണ്ട്, ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഫയൽ ചെയ്ത ഈ ഫയലിംഗ് കേസുകളെല്ലാം, ഇപ്പോൾ അനിൽ വേഴ്സസ് സിന്ധു എന്ന് പറഞ്ഞ കേസാണ് ഞാനിപ്പോൾ ചെയ്തത്. ഓക്കെ, അത് ഞാൻ എടുത്തിട്ട് അനിൽ വേഴ്സസ് സിന്ധു, അതിനകത്ത് മൈ ക്ലയൻസ് പ്ലെയിൻറ്റിഫ്, എൻ്റെ ക്ലയൻറ്റ് അനിലാണ് മെയിൻ പ്ലെയിൻറ്റിഫ്, റിലീസ് ഓഫ് പൊസഷൻ എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, ഫയൽ, പിന്നെ ഫയൽ നമ്പർ, ഫയൽ ചേർക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഈ ഇൻഡെക്സിങ് എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു സംഭവം, ഇവിടെ ഈ മെർജിങ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ മെർജിങ് ഒക്കെ ഇതിലൊരു പുതിയ കോൺസെപ്റ്റ്സാണ്. നേരത്തെ ഉള്ളതിനകത്ത് നമ്മൾ ചെയ്യുന്നത് 10 സ്റ്റെപ്പായിരുന്നു നമുക്കൊരു പ്ലീഡിങ് അപ്ലോഡ് ചെയ്യാനാണ്. ഇതിലങ്ങനെ ഇല്ല. ഓരോ പ്ലീഡിങ്ങിനും നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ അതില്ല. ഇറ്റ്സ് വെരി ഈസി. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിനകത്ത് ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യുന്നതിന് സ്റ്റിൽ 20 MB എന്ന് പറഞ്ഞൊരു തടസ്സമുണ്ട്. 20 മെഗാബൈറ്റ്സ് താഴെയുള്ള സംഗതികൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റൂ. 20 മെഗാബൈറ്റ്, അതാണ് എൻ്റെ കോൺസെപ്റ്റ്. പക്ഷേ ഈ ഏതെങ്കിലും PDF നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേറ്റൻ്റ് ആണ് ചെയ്യുന്നത്, ഒരു പേറ്റൻ്റ് അതിനകത്തൊരു വലിയൊരു റിസർച്ച് വർക്ക് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുണ്ട് PDF. സേതായിട്ട് റിസർച്ച് വർക്ക് എക്സ്റ്റെൻസ് ടു ഒരു 2000 pages. അത് ഈ ഇമേജസ് എല്ലാം ഉള്ളവരാണ്. അപ്പോൾ അത് നോർമലി എങ്ങനെ പോയാലും ഒരു 100 MB ഒക്കെ ഉണ്ടാവും. ഒരു 100 MB നോർമലി ഉണ്ടാവും. എന്ന് പറയുമ്പോൾ 100 MB എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്യുമെൻ്റ്, ആ PDF എടുത്തിട്ട്, ഇനി ഈ പറയുന്ന ഒരു അല്പം ടെക്നിക്കലാണ്, പക്ഷേ ഇത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരാവശ്യമില്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഈ 100 MB ഉള്ള സംഗതികൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 20 MB വീതമുള്ള 5 or 6 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. എന്നിട്ട് ഇതെല്ലാം ഡോക്യുമെൻ്റ് 1, ഡോക്യുമെൻ്റ് 2, ഡോക്യുമെൻ്റ് 3, ഡോക്യുമെൻ്റ് 6 എന്ന് പറഞ്ഞ് നമ്മളതിനെ മാർക്ക് ചെയ്തിട്ട് നമ്മളിതെല്ലാം പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യും. ആവശ്യമുള്ള കാര്യമാണ് ഞാനീ പറഞ്ഞത്. പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ നമ്മളിതെല്ലാം കൂടെ എടുത്ത് മെർജ് ചെയ്യും. എല്ലാം കൂടെ ചേർത്ത് ഒരൊറ്റ ഡോക്യുമെൻ്റ്. അപ്പോൾ സ്പ്ലിറ്റിങ്ങും മെർജിങ്ങും PDF-ൻ്റെ സ്പ്ലിറ്റേഴ്സും മെർജേഴ്സുമായിട്ടുള്ള ഫ്രീ സോഫ്റ്റ്വെയർസ് ഒരുപാടെണ്ണം ഉണ്ട്. അതൊക്കെ ഞാനിപ്പോൾ ഇവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത്. നോർമലി നമുക്ക് ഈ ആവശ്യം വരില്ല. ഇനി അങ്ങനെ വന്നാൽ മെർജിങ് കൂടെ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. സോ ഇപ്പോൾ പ്ലെയിൻറ്റ് തന്നെ, നിങ്ങൾ പ്ലെയിൻറ്റ് എന്ന് പറയുമ്പോൾ എനോർമസ്ലി ബിഗ് ആയിട്ടുള്ള പ്ലെയിൻ്റ് ആണെന്ന് വെച്ചോളൂ. നമ്മൾ PDF ആയിട്ടാണ് കൊടുക്കുന്നത്. സ്കാൻഡ് പേപ്പേഴ്സായിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നോർമലി നമ്മൾ ഡോക്യുമെൻറ്റ്സിനെ എടുത്തതിന് ശേഷം അതിന് PDF ജനറേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിസ്റ്റം അത് എടുക്കും. പക്ഷെ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫിസിക്കൽ സയൻസ് ഉള്ള ഡോക്യുമെൻറ്റിൻ്റെ സ്കാൻഡ് കോപ്പീസാണ് നമ്മുടെ ഒരു പ്രാക്ടീസ് അനുസരിച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് സ്കാൻഡ് കോപ്പീസ് ആയിരിക്കും നല്ലത്. അപ്പോൾ ഇനിയിപ്പോൾ സ്കാനിങ് എന്ന് പറയുന്നത് അങ്ങനെ വലിയ സ്കാനേഴ്സൊക്കെ മേടിച്ച് അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബെറ്റർ ദാറ്റ് യു യൂസ് ഗുഡ് സ്കാനേഴ്സ്. അതുകൊണ്ട് സ്കാനേഴ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ ഈ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷനൊക്കെ കിട്ടും. ഇനി അല്ലാതെ തന്നെ ചിലപ്പോൾ ചില മികച്ച നമ്മുടെ ടാബ്ലറ്റുകളിലും ഫോണുകളിലും ഒക്കെ ഉള്ള ഡോക്യുമെൻ്റ് സ്കാനേഴ്സ് ഉണ്ട്. ഡോക്യുമെൻ്റ് സ്കാനേഴ്സിൽ മികച്ച രീതിയിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റുമെങ്കിൽ അതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം സ്കാനേഴ്സ് അത് യൂസ് ചെയ്യാൻ നമുക്ക് യഥാർത്ഥത്തിൽ പറ്റും. 20 MB താഴെ നിൽക്കുകയുള്ളൂ ഈ പറയുന്ന ഡോക്യുമെൻറ്റ്സ്. 20 MB എന്ന് പറയുന്നത് വളരെ വലിയൊരു മാർജിനാണ്, ചെറിയ മാർജിനല്ല. അപ്പോൾ നമ്മളിവിടെ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്നു പ്ലെയിൻറ്റ് ഞാനിവിടെ മെർജ് ചെയ്യാൻ എടുക്കുന്നുണ്ട്. പ്ലെയിൻറ്റ് 1 എന്ന് പറഞ്ഞ് കൊടുത്തു. ഫയലിനൊരു പേര് കൊടുക്കണം കേട്ടോ, പ്ലെയിൻറ്റ് 1 ആയിട്ട് കൊടുത്തിട്ട് ഇവിടെ നോക്കും. അത് നിങ്ങൾ കണ്ടില്ല, ബ്രൗസ് ചെയ്യണം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണുമല്ലോ നിങ്ങൾ ഈ പറഞ്ഞതിൽ നമ്മൾ രണ്ടുമായിട്ട് മുറിച്ചാണ് ചെയ്യുന്നതെന്ന് വെച്ചോ. ഒറ്റ കുപ്പ ഇടുന്നുള്ളൂ, അത് കാണാൻ പറ്റും. ഒറ്റ ഓതൻറ്റിക്കേഷൻ ഇതിനകത്തുണ്ടാവും. പ്ലെയിൻറ്റ് 1 ഞാൻ ഇവിടെ നിന്ന് ബ്രൗസ് ചെയ്തെടുത്തു. ഓക്കെ, ഇവിടെ ബ്രൗസിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ആഡ് ഫയൽ എന്ന് കൊടുക്കാൻ വേണ്ടി ഇവിടെ ആഡ് ഫയലിൻ്റെ ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് മുമ്പ് നമ്മളിവിടെ ബ്രൗസ് ചെയ്യണേ. നോ ഫയൽ ചോസ് നമ്മൾ ബ്രൗസ് ചെയ്തതിൽ ഇവിടെ ഒരു ന്യൂ പ്ലെയിൻറ്റ് PDF എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ്. അപ്പോൾ PDF-ൻ്റെ പേരിനകത്ത് അണ്ടർസ്കോർ എന്ന് പറഞ്ഞാൽ അല്ലാതെ വേറൊരു സ്പെഷ്യൽ ക്യാരക്ടറും വരരുത് പ്രത്യേകിച്ചുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ആഡ് ചെയ്തു, ആ ഫയലിനെ ആഡ് ചെയ്തു. ഫയൽ ആഡ് ചെയ്തു. ഇവിടെ വന്നിട്ടുള്ള ന്യൂ പ്ലെയിൻറ്റ് PDF പ്ലെയിൻറ്റ് 1 ആണ്. ഇനി ഞാൻ പ്ലെയിൻറ്റ് 2 എന്ന് പറഞ്ഞ് നിർത്തും. പ്ലെയിൻറ്റ്
പ്ലെയിൻറ്റ് 2 എന്ന് പറഞ്ഞാൽ കൊടുത്തത് ഓക്കെ, ഇതാ വേറൊരു ഡോക്യുമെൻ്റ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ ഫയറിംഗ് പ്ലെയിൻറ്റ് അത് ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ ഈ രണ്ട് സാധനം കൂടെ ഞാൻ മെർജ് ചെയ്യുന്നതാണ് ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി ഒരു വക്കാലത്ത് ഒരു പ്രോസസ് മെമ്മോ, ഒരു എന്താണ് പേരുവിവരം മെമ്മോ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആണ്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു അഡ്രസ് മെമ്മോ അല്ലെങ്കിൽ ഒരു വക്കാലത്ത് കൊടുക്കുന്നു. വക്കാലത്ത് എന്തായാലും കമ്പൽസറി ആണല്ലോ. വക്കാലത്തിന് ബ്രൗസ് ചെയ്ത് വക്കാലത്ത് എവിടെയോ ഒരെണ്ണം കിട്ടുന്നു. നോഡൽ ഓഫീസേഴ്സിനുള്ളത് ഇതിലോട്ടെ വക്കാലത്തെന്ന് ഞാൻ ഇടുന്നത്. ഓക്കെ, വക്കാലത്തിട്ടു. ഇതെല്ലാം നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വ്യൂ ചെയ്യാനും പറ്റും. എന്നിട്ട് നമ്മളിതിങ്ങനെ ഓരോന്നായിട്ട് ഇപ്പോൾ ഇത്ര ആഡ് ചെയ്തു, വക്കാലത്ത് ആഡ് ചെയ്തു. ഇനി ഒരു അഡ്രസ് മെമ്മോ ആഡ് ചെയ്തു. അഡ്രസ് മെമ്മോ നമ്മൾ ആഡ് ചെയ്തു. അഡ്രസ് മെമ്മോ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ നടത്തു. ഓക്കെ, വേറൊരു PDF നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ അഡ്രസ് മെമ്മോ നോക്കൂ, പ്ലെയിൻറ്റ് 1, പ്ലെയിൻറ്റ് 2, വക്കാലത്ത്, അഡ്രസ് മെമ്മോ ഇത്രയും കൊടുത്തു. എന്നിട്ട് ഇത് ഞാൻ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, ഞാനിത് സബ്മിറ്റ് ചെയ്തു. ആഡിഷൻ സക്സസ്ഫുൾ. അപ്പോൾ ഇത്രയും ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇനി ഒരു ഫീച്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. നിങ്ങൾക്ക് ഇവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഫയൽ മെർജ് ചെയ്യുന്നതിൻ്റെ ഒരു സെക്കൻഡ്. ഫയൽ മെർജ് ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഫയൽ മെർജ് ചെയ്യുന്നതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഫയൽ മെർജിങ്ങിൻ്റെ ഓപ്ഷനിൽ നമ്മളിവിടെ വന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന പ്ലെയിൻറ്റ് 1ഉം പ്ലെയിൻറ്റ് 2ഉം എനിക്ക് മെർജ് ചെയ്യണം. ഇത് രണ്ടും ഞാൻ ടിക്ക് ചെയ്ത് ഫയൽ മെർജ് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ മെർജ് ഫയൽസ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ബോക്സ് കൂടെ ഓപ്പൺ ആകും. അത് താഴോട്ട് പോയി കഴിഞ്ഞാൽ കാണാം. അതിനൊരു പേര് കൊടുക്കണം. ഞാൻ പ്ലെയിൻറ്റ് എന്ന് മാത്രം കൊടുത്തു. പ്ലെയിൻറ്റ് 1, പ്ലെയിൻറ്റ് 2 എന്ന് കൊടുത്തിരുന്ന സാധനത്തിന് ഞാൻ ഇപ്പോൾ പ്ലെയിൻറ്റ് എന്ന് മാത്രം കൊടുത്തു. അപ്പോൾ അതുപോലെ നിങ്ങൾ നേരത്തെ പറഞ്ഞ റിസർച്ച് പേപ്പർ 1, റിസർച്ച് പേപ്പർ 2, റിസർച്ച് പേപ്പർ 3 എന്ന് പറഞ്ഞ് കൊടുത്ത സാധനം മെർജ് ചെയ്യുന്ന സമയത്ത് റിസർച്ച് പേപ്പർ എന്ന് മാത്രം കൊടുത്തു. ഓക്കെ, പ്ലെയിൻറ്റ് എന്ന് പേര് കൊടുത്തു. മെർജ് ഫയൽസ് മെർജ്ഡ് സക്സസ്ഫുള്ളി. അപ്പോൾ ആ ഫയല് നമ്മൾ മെർജ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കാണാം മെർജ് ചെയ്ത് നോക്കും. പ്ലെയിൻറ്റ്, അഡ്രസ് മെമ്മോ, വക്കാലത്ത്, ഇത് മൂന്ന് ഈ സമയത്ത് പ്ലെയിൻറ്റ്, അഡ്രസ് മെമ്മോ, വക്കാലത്ത് ഇത്രയും മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം. ഇതെല്ലാം അപ്ലോഡഡ് ആണെങ്കിലും പെൻഡിങ് ആണ്, നിലവിൽ പെൻഡിങ് ആണ്. നിങ്ങൾക്ക് ഇപ്പോഴും പെൻഡിങ് ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ആവശ്യമില്ലാത്ത സാധനം നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ പറ്റും. തുറന്നു നോക്കി കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫൈൻ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതിലോട്ട് പോകുന്നത് നോക്കൂ, ഇൻഡെക്സിംഗ് ആണ്. ഇൻഡെക്സിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇൻഡെക്സിങ്ങിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി ഇത് ഇൻഡെക്സിൽ ഇൻഡെക്സ് ആഡ് ചെയ്യുന്നത് നമ്മളെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. ഞാനിപ്പോൾ പ്ലെയിൻറ്റിനെ എടുത്ത് വെച്ചു, ഇൻഡെക്സ് ആഡ് ചെയ്യുന്നത് വെച്ചും ഇൻഡെക്സ് ടൈറ്റിൽ പ്ലെയിൻറ്റ് എന്ന് കൊടുത്തു, ഏത് പേജ് നമ്പർ ഇത്ര മുതൽ ഇത്ര വരെ, പേജ് നമ്പർ 1 to 3 ആണ് എടുത്തു കഴിഞ്ഞാൽ ഡോക്യുമെൻ്റ് ഇൻഡെക്സ് ഇൻഡെക്സ്ഡ് ആവുന്നതെന്ന് പറയുന്നത് CISലോട്ട് അത് കൺസ്യൂം ചെയ്യാനുള്ള ഒരു എളുപ്പത്തിനും കൂടെ വേണ്ടിയിട്ടാണ്. അത് ഇൻഡെക്സ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ പ്ലെയിൻറ്റ് എന്ന് പറഞ്ഞ ഡോക്യുമെൻ്റ് നമ്മൾ ഇൻഡെക്സ് ചെയ്തു. അത് നമ്മൾ വ്യൂ ചെയ്താൽ കാണാം. അതെവിടെ നോക്കാം, വ്യൂവിൽ വരുന്നത് ഓരോ സാധനം അതുപോലെ നമുക്ക് വ്യൂ ചെയ്യാം. ഓക്കെ, ഓരോ സാധനം നമുക്ക് അതുപോലെ വ്യൂ ചെയ്യാം. ഇതിനകത്ത് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആഡ് ഇൻഡെക്സ് ആഡ് ചെയ്ത് ഇതിൻ്റെ പേരെന്തായിരുന്നു, വക്കാലത്ത്. ഇത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമില്ല കേട്ടോ. വക്കാലത്ത് 4 to 6 ഇൻഡെക്സ് ഡോക്യുമെൻ്റ്, അത് ഡോക്യുമെൻ്റ് ഇൻഡെക്സ്. ഇതെല്ലാം CISൽ റിഫ്ലക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ ഒരു ഗുണം. അപ്പം നമുക്കത് കാണാൻ പറ്റും. ഇത് വ്യൂ ചെയ്ത് പോകണം. ഒരെണ്ണം നമ്മൾ ഇൻഡെക്സ് ചെയ്തിട്ടില്ല, ചെയ്യാത്തത് ആവശ്യമില്ല.
ഇത് ആവശ്യമുള്ള സാധനം മാത്രം ഇൻഡെക്സ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഇൻഡെക്സ് ചെയ്ത് കഴിഞ്ഞു. ഒരെണ്ണം ഇവിടെയും ഇത് ഇൻഡെക്സ് ചെയ്തു. ഇൻഡെക്സ് ചെയ്തതിന് നമ്പേഴ്സ് കാണാം, മറ്റേ നോ ഇൻഡെക്സ് ക്രിയേറ്റഡ് എന്ന് കാണാം. ഓക്കെ ഫൈൻ. എന്നിട്ട് നമ്മൾ ഈ സൈൻ ചെയ്യണം. ഇനിയാണ് ഈ സൈനിങ്ങിലോട്ട് പോകുന്നത്. ഈ സൈൻ ചെയ്യുമ്പോൾ ഇപ്പോൾ കാണാം പ്ലെയിൻ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രണ്ട് പീസ 3 പീസൊക്കെ ആയിരുന്ന സാധനം ഒരൊറ്റ പീസായി. ഇതിലൊറ്റ ഓതൻറ്റിക്കേഷൻ. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം, ഇത് ആരാണ് ഒപ്പിടുന്നത്? പ്ലെയിൻ്റ് ആരാണ് ഒപ്പിടുന്നത്? നമ്മൾ ഈ ഒരു സൈറ്റിലെ ഓപ്ഷൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈറ്റിൻ്റെ ഫിലോസഫി മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് അതുകൊണ്ട് ഫിലോസഫി മനസ്സിലാക്കും. നമ്മൾ നോക്കുന്നു ഓക്കെ ഇതൊരു ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ആ ഇലക്ട്രോണിക് ഡോക്യുമെൻ്റ് നമ്മൾ ഓതൻറ്റിക്കേറ്റ് ചെയ്യണം. നോർമലി എങ്ങനെ ഓതൻറ്റിക്കേറ്റ് ചെയ്യണം? ഓക്കെ ഫൈൻ. ഓതറൈസ് സിഗ്നറ്ററീസിനെ ഓതറൈസ് ചെയ്യും. ഞാൻ എഡ്യൂക്കേറ്റിൻ്റെ പേര് കൊടുത്തു. എഡ്യൂക്കേറ്റിൻ്റെ പേര് ഞാൻ ഒന്ന് മാറ്റിയിരുന്നു. ആദിശങ്കരൻ കാലടി എന്നാക്കി. കാലടിയാണല്ലോ സാക്ഷാൽ ആദിശങ്കരൻ ഉണ്ടായത്, അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരാക്കി. ക്ലയൻറ്റിൻ്റെ പേര് അനിൽ. ഇവർ രണ്ടുപേരും ക്ലയൻറ്റ് ഒപ്പിടണം, മറ്റേ രണ്ടും വക്കീൽ മാത്രം ഒപ്പിടണം ആദ്യം. അപ്പോൾ ഇനി 2 ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കൂടെ കാണാം. ഇ സൈനും ഉണ്ട്, OTP ഉണ്ട്. OTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലിൻ്റെ വെരിഫൈഡ് ഡോക്യുമെൻറ്റിൽ നിന്നുള്ളതായിരിക്കും ഈ OTP വരുന്നത്. വക്കീലിൻ്റെ വെരിഫൈഡ് നിന്നായിരിക്കും. ഈ കക്ഷിയുടെ ഒപ്പം നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്, അതിനും OTP എടുക്കാൻ പറ്റും. നമ്മൾ രണ്ടും OTPയിലോട്ട് പോകും. ഇപ്പോൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് പൊതുവിൽ ഇങ്ങനെ ഈ ഒരു സെക്കൻഡ് ജസ്റ്റ് ഒരു സെക്കൻഡ്. ഒരാവശ്യമില്ലെങ്കിലും മനുഷ്യർ വിളിച്ചു. ഓക്കെ ഫൈൻ. ക്ലോസ് ചെയ്യുന്നു. ഇത് രണ്ടും നമ്മൾ OTP ആയിട്ടാണ് കൊടുത്തത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സബ്മിറ്റ് ചെയ്തപ്പോൾ സിഗ്നറ്ററീസിനെ നമ്മൾ ഓതറൈസ് ചെയ്തു. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഇവർ 2 പേരുമാണ്. കാണുന്നുണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഓതറൈസേഷൻ ആരാണ്? ഇതിന് ഓതറൈസ് ചെയ്യുന്ന ആരാണ്? എഡ്യൂക്കേറ്റ് മാത്രം മതി. എഡ്യൂക്കേറ്റിൻ്റെ OTP മാത്രം മതി. അങ്ങനെ സബ്മിറ്റ് ചെയ്തു. ഓക്കെ, അങ്ങനെ സബ്മിറ്റ് ചെയ്തു. എഡ്യൂക്കേറ്റിൻ്റെ മാത്രം സിഗ്നറ്ററി ആഡ് ചെയ്തു. വക്കാലത്തിനും അദ്ദേഹം തന്നെ മതിയാവും. വക്കാലത്തിന് എഡ്യൂക്കേറ്റ് മതിയാവും. വക്കാലത്തിൽ നോർമലി ക്ലയൻറ്റും കൂടെ ഒപ്പിടും. ഇത് രണ്ടും, ഇതാണ് ആ സെപ്പറേഷൻ ഉള്ളത്. ഹലോ, ഓക്കെ വന്നു. അത് വന്നു. സിഗ്നറ്ററീസിനെ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ സിഗ്നറ്ററീസിനെ ആഡ് ചെയ്തു. ഇത്രയാണ് ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി OTP ഓതൻറ്റിക്കേഷൻ കൊടുക്കും. OTP ഓതൻറ്റിക്കേഷൻ കൊടുക്കും. നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ തന്നെയാണ് കൊടുത്തത്. 757575. ഇത് ആ ലോയറിൻ്റെ നമ്പർ നമ്മൾ നേരത്തെ കൊടുക്കും. ക്രെഡൻഷ്യൽസ് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് കൊടുക്കും. സോറി 75 ക്വസ്റ്റ്യൻസ് വല്ലതും ആണോ? നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചോദിച്ചാൽ പോരെ? നമ്മൾ സ്കീമാറ്റിക് ആയിട്ട് പോകുന്നതല്ലേ. സോറി, എനിക്ക് പ്രസന്റേഷൻ പേജിൽ നിൽക്കുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണുന്നില്ല. അതാണ് റാലിയാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റാലി എൻ്റെ കൂടെ ഉണ്ട്, ഞാൻ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് സാർ. താങ്ക് യു. സോ ഇത് നമ്മൾ ചെയ്തു. OTP ഓതൻറ്റിക്കേറ്റഡ്. വക്കീലിൻ്റെ ഇനി വക്കീലിൻ്റെ ആണ്. വക്കീലിൻ്റെതും വന്നു. വക്കീലിൻ്റെ വന്നതിന് 1 2 3 4 5 6. ഞാൻ get OTP send, verify OTP verify. അവിടെ നോക്കും, അയാളെ ഓതൻറ്റിക്കേറ്റ് ചെയ്തു. OTP ഓതൻറ്റിക്കേറ്റഡ്. ഇങ്ങനെ അഡ്രസ് മെമ്മോയും വക്കാലത്തും എല്ലാം നമ്മൾ OTP ഓതൻറ്റിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഓതൻറ്റിക്കേറ്റ് ചെയ്ത ശേഷം ഓക്കെ നമുക്ക് എന്താണ് വക്കാലത്തും കൂടെ ചെയ്തേക്കാം. Get OTP fine.
വെരിഫൈഡ് സക്സസ്ഫുള്ളി. അടുത്തത് ഓതൻറ്റിക്കേറ്റ് ചെയ്ത് ഇനി ഒരെണ്ണം കൂടെ ഉള്ളതാണ്. ഇനി അത് വെറുതെ അത് മാത്രമായിട്ട് അത് ലോയറുടെ മാത്രം ഓതൻറ്റിക്കേഷൻ ഉണ്ട്. ഒരു 6 ഡിജിറ്റ് ആയിരിക്കും നിങ്ങളുടെ ഈ OTP ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ആ OTP ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഇനി ഇപ്പം ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ പ്ലീഡിങ്സ് അപ്ലോഡ് ചെയ്തു. ഈ പ്ലീഡിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, പ്ലീഡിങ്സ് എന്ന് പറഞ്ഞാൽ നോർമൽ പാർലൻസിൽ CPC-യിൽ പറയുന്ന ORS-6 പറയുന്ന പ്ലീഡിങ്സ് അല്ല. whatever document that you are filing to your court, അതെല്ലാം പ്ലീഡിങ്സ് ആണ്. ഇൻഡെക്സിങ് എന്ന് പറയുന്നത് കമ്പൽസറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഗുഡ് ദാറ്റ് യു ഇൻഡെക്സ് ഇറ്റ്. കൊടുത്ത ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ കൊടുത്ത എല്ലാം കൂടെ ഒരു പിന്നെ കിട്ടിയാൽ ഇന്ന പേജ് തൊട്ട് ഇന്ന പേജ് വരെ ഇന്ന ഡോക്യുമെന്റ്, ഇന്ന പേജ് തൊട്ട് ഇന്ന പേജ് വരെ ഇന്ന ഡോക്യുമെന്റ് എന്നാണ്. അത് നമ്മുടെ വ്യൂയിങ്ങിന് ഒരു എളുപ്പമാണ്. അതുകൊണ്ട് അതിൽ ഇൻഡെക്സിങ് പ്രോപ്പർ ആയിരിക്കും. ഇനി അടുത്തത് ഇ സൈൻ. ഈ സൈനും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ സൈനും ചെയ്ത് കഴിഞ്ഞു. ഈ സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിപ്പോൾ ഇതിലെല്ലാം ഓതൻറ്റിക്കേറ്റഡ് ആയി. കൂടുതലുണ്ടെങ്കിൽ നെക്സ്റ്റ് കാണിക്കും. നെക്സ്റ്റ് കൂടുതൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് എന്ന് കാണിച്ച് പോകും. അത്രേ ഉള്ളൂ. ഇതെല്ലാം വ്യൂ ചെയ്യാൻ പറ്റും. ഇതെല്ലാം സംഗതികളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇത്രയും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് ഈ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ക്ലിക്ക് ഈ ഫയലിംഗ് സർവീസസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റഡ് പ്ലീഡിങ്സ്, സിവിൽ സ്യൂട്ട് പൊസഷൻ, ഇപ്പോൾ നിങ്ങൾക്കിത് കാണാം. ഈ ഫയൽഡ് കേസ് അനിൽ വേഴ്സസ് സിന്ധു, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ഹിയർ ടു ഷോ ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ്. നമുക്ക് ലിസ്റ്റ് ഓഫ് ഡോക്യുമെന്റ്സ് എല്ലാം കാണാമല്ലോ. പോപ്പപ്പ് വിൻഡോസും എല്ലാം കാണുന്നില്ലേ? ഉണ്ട്. ലിസ്റ്റ് ഓഫ് വിൻഡോസ് അത് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇനി ഓത്ത് റെക്കോർഡിംഗ് എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കമ്പൽസറി അല്ല. അതിൻ്റെ പ്രിൻസിപ്പിൾ ഇതാണ്. നിങ്ങൾ അതൊരു ആഡഡ് സെക്യൂരിറ്റി ഫീച്ചറാണ്. ലോയർ തന്നെയാണോ അത് ചെയ്തത് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലോയറുടെ തന്നെ സൗണ്ടിൽ, ലോയറുടെ തന്നെ വീഡിയോ റെക്കോർഡ് ചെയ്ത് ലോയർ ആ പറയുന്ന വരി വായിച്ചു കൊടുക്കുകയാണ്. അതാണ് ഓതൻറ്റിക്കേഷനുള്ള വരി വായിക്കുകയാണ്. അത് ക്ലയൻറ്റിനെ കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ക്ലയൻറ്റിനും ചെയ്യാൻ പറ്റും. ക്ലയൻറ്റിനെ കൊണ്ട് ഇപ്പം നേരത്തെ ഞാൻ കാണിച്ചതിനകത്ത് നിങ്ങൾ ക്ലയൻറ്റിൻ്റെ നമ്പർ കൂടെ സപ്ലൈ ചെയ്ത ശേഷം, കൃത്യമായ നമ്പർ സപ്ലൈ ചെയ്ത ശേഷം ക്ലയൻറ്റിനെ കൂടെ കൊണ്ട് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം ഓതൻറ്റിക്കേറ്റ് ചെയ്താലുള്ള പ്രയോജനം ഈ റൂൾസിലെ ആ ഒരു ബാധ്യതയിൽ നിന്ന് നിങ്ങൾ മാറിക്കിട്ടും. അതെന്തായാലും ആ ഒരു ബാധ്യത നമുക്ക് അങ്ങനെ ഉണ്ടായേ പറ്റും. ഈ ഫയലിംഗ് റൂൾസിൽ പറയുന്ന ആ ഒരു ബാധ്യത ഉണ്ടല്ലോ, അത് സബ്സിക്വന്റ് ആയിട്ട് ഡോക്യുമെന്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ലയബിലിറ്റി ആണ്. ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്ന പാർട്ടിയാണെങ്കിൽ നോർമലി ദാറ്റ് ലയബിലിറ്റി വിൽ ഗോ ടു ദ പാർട്ടി. ഡോക്യുമെന്റ്സ് ഓതൻറ്റിക്കേഷൻ ലോയർ ശ്രദ്ധിച്ച് ചെയ്യണം. അതായത് വേർഷൻ 3 വന്നപ്പോൾ സംഭവിച്ച മാറ്റം എന്ന് പറയുന്നത്, ലോയർ ആയിരുന്നു വേർഷൻ 1 എല്ലാ ലയബിലിറ്റിയും എടുത്തു പോകുന്നത് എങ്കിൽ ഇവിടെ ആ ലയബിലിറ്റി പാർഷ്യലി ഓൺ ദ പാർട്ടി ഓൾസോ. കാരണം ഇപ്പോൾ പറഞ്ഞ ഡോക്യുമെന്റ് അയാൾ നമ്മളിൽ തരുന്നു, അയാൾ നമ്മളെ PDF തരുന്നു, എന്നിട്ട് അയാളത് സൂക്ഷിക്കുന്നു. അയാളത് സൂക്ഷിക്കുന്നെങ്കിൽ നമ്മുടെ റെക്കോർഡ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ റെക്കോർഡ് ഉണ്ടായിരിക്കും. അയാളാണ് പിന്നീട് അതിൻ്റെ ലൈബ്രറി ആ PDF-നെ ഓതൻറ്റിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾ അയാളെ കൊണ്ട് ചെയ്യുക. സോ നാച്ചുറലി ഇറ്റ് ഇസ് ഫോർ ഹിം, ദ ലയബിലിറ്റി ഈസ് ഓൺ ഹിം ടു പ്രൊഡ്യൂസ് ഇറ്റ്. അത്രേ ഉള്ളൂ. ഇനി GRN എന്ന് പറയുന്ന ഗവൺമെൻറ് റെഫറൻസ് നമ്പറാണ്. ഗവൺമെൻറ് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ പേയ്മെൻറ്റിനെ സംബന്ധിച്ചുള്ള ഒരു നമ്പറാണ്. അവരുടെ ആ നമ്പർ നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ ആ നമ്പർ സെലക്ട് ആയിട്ട് കാണും. അത് നമ്മൾ എടുത്താൽ മതി. എടുത്തിട്ട് ഇനി ഇവിടെ സബ്മിറ്റ് ചെയ്യുക. ഈ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. സബ്മിറ്റ് ബട്ടൺ ലാസ്റ്റിൽ ഇവിടെ വന്നതിന് ശേഷമാണ് കൊടുക്കുന്നത്. ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റ് ബട്ടൺ കൊടുക്കുക. ഇനി ഇതിലൊക്കെ ഞാൻ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഏത് ഡോക്യുമെന്റ് അപ്ലോഡ് PDF 20 MB താഴെയുള്ള ഏത് PDF ആകുമ്പോൾ ഇപ്പം ഈ സിസ്റ്റത്തിന് നിങ്ങൾ കൊടുക്കുന്നത് ശരിയായ ഡോക്യുമെന്റ് ആണോ അല്ലയോ, ക്ലൈന്റ് ആണോ അല്ലയോ, അതിലൊക്കെ മര്യാദയ്ക്കുള്ള കാര്യങ്ങളുണ്ടോ എന്നൊന്നും നോക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. PDF 20 MB താഴെയുള്ള PDFകൾ വന്നു കഴിഞ്ഞാൽ ഈ സിസ്റ്റം ഓക്കെ പറയും. പക്ഷേ ഫയൽ ചെയ്യുന്നത് നമ്മളാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് ചെയ്യുക. അതിൻ്റെ വെരിഫിക്കേഷൻ, അതിനൊരു ഇൻ്റർഫേസ് നേരത്തെ ഉണ്ടായിരുന്നു.
ആ ഇൻ്റർഫേസിൽ സെപ്പറേറ്റ് ലോഗിൻ ചെയ്ത് നമ്മൾ കയറുകയായിരുന്നു കോടതി എന്ന് പതിവ്. ഇപ്പോൾ ആ ഇൻ്റർഫേസ് നമ്മൾ CISൽ കേസ് ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്താൽ മതി. ആ സ്ട്രെയിറ്റ് ആയിട്ട് കൺസ്യൂം ചെയ്തിട്ട് കോടതിയിൽ നിന്ന് CIS നിന്ന് നമ്മൾ അതിന് ഒബ്ജക്ഷൻ റൈസ് ചെയ്ത് തിരിച്ചു വരികയാണ് ചെയ്യും. സോ ദിസ് ഈസ് വാട്ട് ഇസ് ഹാപ്പനിങ്. അവിടെ സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി ഈ ഫയലിംഗ് കംപ്ലീറ്റ് ചെയ്തു. യു ഹാവ് നോട്ട് സെലക്ടഡ് ദ GRN അത് പറയുന്നുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പേയ്മെൻറ്റ് ഇല്ല, നമുക്ക് കൊടുക്കാനില്ല, നിലവിൽ കൊടുക്കാനില്ല. അതുകൊണ്ട് നമുക്ക് ഇതിങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിക്ക് ഓക്കെ. അപ്പോൾ ഞാനത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞാൽ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കാണാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് റീഡിങ്സിൽ വരും. കംപ്ലീറ്റഡ് റീഡിങ്സിൽ വന്നു കഴിഞ്ഞു. ഇതൊന്ന് ഇത് ചെയ്യണം. അനിൽ വേഴ്സസ് സിന്ധു ഓഫീസ് കംപ്ലീറ്റഡ് റീഡിങ്സിലോട്ട് വന്നു കഴിഞ്ഞു. അതിൻ്റെ സ്റ്റാറ്റസ് വ്യൂ സ്റ്റാറ്റസ് നോക്കിയാൽ സ്റ്റിൽ കേസ് ഈസ് നോട്ട് കൺസ്യൂംഡ് ഇൻ CS. കൺസ്യൂംഡ് ആണെങ്കിൽ കൺസ്യൂംഡ് ആണ് എന്ന് കാണിക്കും. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ബീയിങ് ഡൺ. സിമ്പിൾ. Shall we move to the question and answer session? Anil sir. ശരി സർ, ചോദിക്കട്ടെ, അവർ ചോദിക്കട്ടെ. ഫസ്റ്റ് തന്നെ ഞാൻ ചോദിക്കുക, ഇപ്പൊ നമ്മൾ GRN ഇല്ലാതെ എങ്ങനെ നമ്പർ ചെയ്യാൻ പോകുന്നത്? Sorry? GRN കോഡ് ഫീ അടയ്ക്കാതെ നമ്മൾ സൂട്ട് ഫയൽ ചെയ്തിട്ട് നമ്മൾ കോഡ് ഫീ എന്ത് ചെയ്യും? അപ്പോ ഞാൻ ചോദിക്കുന്നവര് മാത്രം മ്യൂട്ട്. ഞാൻ സാറിനെ എല്ലാരും മ്യൂട്ട് ചെയ്യണേ സർ. സാർ ഒന്ന് ഓൺ ചെയ്യണേ. അത് ഞാൻ പറയാൻ പറഞ്ഞത്, അത് നമ്മൾ നിലവിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് കോഡ് ഫീ നമ്മൾ ഫിസിക്കൽ ഫയലിംഗ് കൂടെ ഇപ്പോൾ ഉണ്ടല്ലോ നിലവിൽ. ഫോർ ദ ടൈം ബീയിങ് നമ്മൾ ഫിസിക്കൽ ഫയലിംഗ് കൂടെ ഉണ്ട്. അപ്പോൾ കോഡ് ഫീ മെമ്മോ ഫിസിക്കലായിട്ട് ഫയൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോഡ് ഫീ മെമ്മോ ഫിസിക്കലായിട്ട് ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അവിടെ നിന്ന് കൺസ്യൂം ചെയ്തതിന് ശേഷം നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്ത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു CRN നമ്പർ, CNR നമ്പർ ഉണ്ടാകും. ആ CNR നമ്പർ വരുന്നത് അങ്ങനെയായിരിക്കും. സ്യൂട്ടിൻ്റെ CNR നമ്പർ, പിന്നെ സ്യൂട്ട് നമ്പർ വേറെ വരും. അത് കോഡ് ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മളെ കോഡ് ഫീ മെമ്മോയെ നമ്മൾ സ്കാൻ ചെയ്ത് കയറ്റുന്നുണ്ട് ഇതിനകത്ത്. സിസ്റ്റത്തിലും നമുക്ക് നോക്കാൻ പറ്റും, ഫിസിക്കലായിട്ട് നോക്കാൻ പറ്റും. ഇത് രണ്ടും കൂടെ നോക്കാനാണ് ഇൻസ്ട്രക്ഷൻ. സാറേ, ഞാൻ അഡ്വക്കേറ്റ് സാജു. ഞാൻ ഇന്നലെ 2 സിവിൽ സൂട്ട് ലിമിറ്റേഷൻ ആയതുകൊണ്ട് ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്യേണ്ട സ്ഥിതി വന്നു. പക്ഷേ കേൾക്കുന്നുണ്ട്. അപ്പോ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ ഈ ലിമിറ്റേഷന്റെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് പേടിച്ചിട്ട് അത് അങ്ങോട്ട് സബ്മിറ്റ് ചെയ്തു. അപ്പോ ഇനിയിപ്പോ ഒരു ഡോക്യുമെന്റ് ആഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ മൈ കേസസിൽ പോയി ആഡ് ചെയ്താൽ മതി. ഇതിൽ വേറൊരു സംഗതി കൂടെ പറ്റും നമുക്ക്. ഇപ്പോൾ പലർക്കും ഈ വെരിഫിക്കേഷനിൽ ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറച്ച് കേസുകൾ നമ്മൾ പെൻഡിങ് ആണ്. ഇത് ബാർ കൗൺസിൽ വേണോ ഇതിപ്പോൾ വെരിഫൈ ചെയ്ത് തരാൻ ബാർ കൗൺസിലിന് ഒരു വിൻഡോ കൊടുക്കുകയാണ്, ആക്സസ് കൊടുക്കുകയാണ് ഈ വെരിഫിക്കേഷൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട്. മറ്റ് ഡീറ്റെയിൽസിലെ ഇഷ്യൂ വരുമ്പോൾ വെരിഫിക്കേഷന് വേണ്ടി ബാർ കൗൺസിലിന് ഒരു ആക്സസ് കൊടുക്കാനാണ് ഇപ്പം പോകുന്നത്. നിലവിൽ അത് IT ഡയറക്ടറേറ്റ് തന്നെയാണ്. ഇപ്പോൾ കുറച്ച് പെൻഡിങ് ആണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലരുടെ ഒന്നും യൂസർ ID വെരിഫൈഡ് അല്ല, യൂസർ ID രജിസ്റ്റേർഡ് അല്ല. അപ്പം യൂസർ പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫയലിംഗ് റൂൾസ് നോക്കൂ, റൂൾ 10 നോക്കൂ. ആ റൂൾ 10 ഉണ്ട് നമ്മുടെ ഈ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഉണ്ട്. നമ്മളിപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ ഇറക്കിയിട്ടുണ്ട്. ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ എനിക്ക് ഐ തിങ്ക് യു മൈറ്റ് ഹാവ് ഗോട്ട് ഇറ്റ്. എനിക്ക് നാളെ അത് വരുന്നുണ്ട്. ഇറ്റ്സ് ദെയർ. അതിനകത്ത് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ ഇല്ലെങ്കിൽ റൂൾ 10 നോക്കും. ഇടയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ പ്ലീസ് അൺമ്യൂട്ട് ചെയ്യൂ സർ. സർ അൺമ്യൂട്ട് ചെയ്യൂ. അപ്പം അതിൽ എന്താ ഞാൻ പറഞ്ഞിട്ടുണ്ടോ, ഇതാണ് ഈ ഫ്ലോ പോകുന്നുള്ള. അപ്പം അങ്ങനെയുള്ള ഒരു റൂൾ 10 നോക്കുക. റൂൾ 10 നോക്കുമ്പോഴേക്കും എക്സംഷൻ ഗ്രാൻഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഫയലിംഗ് എക്സംഷൻ പോലും ഗ്രാൻഡ് ചെയ്യാൻ പറ്റും. നോർമലി അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ, ലിമിറ്റേഷൻ ഒക്കെ വരുന്ന സിറ്റുവേഷൻസിൽ സ്ട്രിക്റ്റ് നമുക്ക് ജനറലി നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കിട്ടിയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഓൾ ദ കോർട്സ് ഇൻ എറണാകുളം,
അത് ഇത് ഇങ്ങനെ പെറ്റീഷൻ വരുന്നെങ്കിൽ ഫർദറായിട്ട് പ്രോബ് ഒന്നും ചെയ്യാതെ ജസ്റ്റ് ബിലീവ് ദ ലോയർ ആൻഡ് ഗ്രാൻഡ് എക്സംഷൻ. അത് കഴിയുമ്പോൾ ഇത് CISലോട്ട് നോർമലി നമ്മൾ മാനുവലായിട്ട് കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈ കേസസിൽ അത് അവൈലബിൾ ആവും. മൈ കേസസിൽ ആ കേസ് അവൈലബിൾ ആയി കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഈ പ്ലെയിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം കൂടെ അപ്ലോഡ് ചെയ്താൽ മാത്രം മതി. പിന്നീട് നിങ്ങളെ യൂസർ പ്രൊഫൈൽ വെരിഫൈ ചെയ്തതിന് ശേഷം ചെയ്താൽ മതിയാവും. ബട്ട് തിങ് ഈസ് ദാറ്റ് ആ ഫയലിംഗ് മീൻസ് അന്നേരം പ്ലീഡിങ് മാത്രം ചെയ്താൽ മതിയോ. ആ പ്ലീഡിങ് ചെയ്യുന്ന ഒരു ബാധ്യതയിൽ നിന്ന് നമുക്ക് ഒഴിവില്ല. അത് ചെയ്യണം. എന്റെ എക്സംഷൻ പെറ്റീഷൻ വേണം. ഒരു റീസൺ file an exemption petition. Things are not going to be hostile, I can guarantee you. I'm instructed to guarantee to you. അറിയാം. We have made things clear. നമുക്കറിയാം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഏത് സിസ്റ്റം തുടങ്ങുമ്പോഴും ഇനിഷ്യൽ ഗ്ലിച്ചസ് എല്ലായിടത്തും പോസിബിൾ ആണ്. നിങ്ങൾ ബാങ്കിൻ്റെ ഒരു ഡിജിറ്റൈസേഷൻ വരുന്ന ഒരു ടൈം ഓർമ്മയുണ്ടോ? മീൻസ് 99 to 2002 ആ സംഭവം. ആ സമയത്ത് ഐ റിമെമ്പർ ഇറ്റ് വെരി ക്ലിയർലി. ഞാൻ ആ സമയത്ത് മുനിസിപ്പൽ സെലക്ഷൻ കിട്ടി വരികയാണ് 2000. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ചേഞ്ച് മൈ SBI അക്കൗണ്ട് ഫ്രം ആറ്റിങ്ങൽ ടു somewhere in താമരശ്ശേരി. I couldn't do it. 2 or 3 times I tried. ഞാൻ താമരശ്ശേരി മജിസ്ട്രേറ്റ് ആയിരുന്നു. Still I couldn't do it. Initial glitches is there. ബാങ്കിങ്ങിനെ സംബന്ധിച്ച് അത്രത്തോളം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അത്രയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. ബിക്കോസ് അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയി. നമുക്കിപ്പോൾ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. അപ്പോൾ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയതിൻ്റെ ഒരു മെച്ചം കൂടെയാണ് അത്. എങ്കിലും നമുക്ക് പറ്റുന്നുണ്ട്. ഇനിഷ്യൽ ഗ്ലിച്ചസ് ചിലപ്പോഴൊക്കെ ഉണ്ടാകണം. ട്രാഫിക് കൂടുതലാണ്, സൈറ്റിൽ ട്രാഫിക് കൂടുതലുണ്ട് ഈ അടുത്ത കാലത്ത്. അതൊക്കെ നമുക്ക് നേരിടാം. യു ജസ്റ്റ് ഗോ ഇൻ ടു ഫയലിംഗ് റൂൾസ്, കേരള ഫയലിംഗ് റൂൾസ്, റൂൾ 10. അതിനകത്ത് എക്സംഷൻ ഉണ്ട്. സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോളിൽ കൃത്യമായി ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള മാറ്റേഴ്സിൽ അർജന്റ് റെമഡീസ് ഒരു കാരണവശാലും എന്റർടൈൻ ചെയ്യാതിരിക്കരുത്. ഇറ്റ്സ് യുവർ റൈറ്റ്. സസ്പെൻഷൻ ഓഫ് സെന്റൻസും ഒക്കെ ഇത് തന്നെ ഉപയോഗിക്കാനാണോ? അതെ. സസ്പെൻഷനുള്ള സെന്റൻസ് നമ്മൾ അപ്പൊ തന്നെ ബെഞ്ചിലേക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം. അതിന് വേറെ മാർഗമൊന്നുമില്ല. ഫയൽ യുവർ പെറ്റീഷൻ, ദാറ്റ് വിൽ ബി എന്റർടൈൻഡ്. എക്സംഷൻ റൂൾ 10 പെറ്റീഷൻ കൊടുത്താൽ മാത്രം മതി. യു ക്യാൻ പെർസ്യൂ യുവർ അർജന്റ് റെമഡീസ് സ്റ്റിൽ. അറസ്റ്റ് ആൻഡ് പ്രൊഡ്യൂസിലും ഇതൊക്കെ തന്നെ ചെയ്യാം. യെസ്, ഒബ്വിയസ്ലി. ഈ മറ്റേ ഇപ്പൊ അധികം അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മളിപ്പോ എല്ലാ കേസിലും ഇത് കമ്പൽസറി ആക്കിയിട്ടില്ലല്ലോ. സൂട്ടിൽ തന്നെ ബാങ്കുകൾ ഫയൽ ചെയ്യുന്ന സൂട്ടുകൾക്ക് മാത്രമല്ലേ ഉള്ളൂ, വേറെ ഒന്നിനും ഇല്ലല്ലോ. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യുന്നതിന് മാത്രമല്ലേ ഉള്ളൂ കമേഴ്ഷ്യൽ സൂട്ട്സ്. ആവശ്യമില്ല. കമേഴ്ഷ്യൽ സൂട്ട്സിലുണ്ട്, RCPയിലുണ്ട്. കമേഴ്ഷ്യൽ സൂട്ട്സിന് നേരത്തെ RCPയിലും ഉണ്ട്. നമ്മളിപ്പോ ഒരു ദിവസം എക്സംഷൻ പെറ്റീഷൻ കൊടുക്കാൻ എന്ത് ചെയ്യും? എക്സംഷൻ പെറ്റീഷൻ എന്താ ചെയ്യേണ്ടത്? എക്സംഷൻ പെറ്റീഷൻ മേജിസ്ട്രേറ്റ് കോർട്ടില് എക്സംഷൻ പെറ്റീഷൻ, മേജിസ്ട്രേറ്റ് കോർട്ട് അല്ലെങ്കിൽ NIA കോടതിയില് പ്രതി ഹാജരാവാത്തതിനൊക്കെ ഒരു എക്സംഷൻ വെരിഫൈ ചെയ്യുന്നത് വരെയേ ഉള്ളൂ. അതല്ല സർ, ഒരു ദിവസം പ്രതി ഹാജരാവാത്തതിന് ആബ്സെന്റ് ആപ്ലിക്കേഷൻ ഫിസിക്കലി ഫയൽ ചെയ്യൂ. ഇതൊന്നും ആവശ്യമില്ലല്ലോ. അതിലൊന്നും കമ്പൽസറി ആക്കിയിട്ടില്ലല്ലോ. കമ്പൽസറി ആക്കി മാത്രം പറയൂ. പിന്നീട് വരുമ്പോഴല്ലേ അന്നേരം നോക്കാം. ഒറ്റയടിക്ക് എല്ലാം കൂടെ നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഹൈക്കോടതിക്ക് അത് നന്നായിട്ട് അറിയാം. അങ്ങനെ തന്നെയാണ് അത് ചെയ്യുന്നത്. നമ്മൾ ഇപ്പൊ നേരത്തെ ഞാനിങ്ങനെ കേട്ടു എന്ന് വെച്ചാൽ ഒരു ലോ ഒഴിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ ഞാനിപ്പോ ഈ മുദ്രയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നു. എന്തിന്? യു ക്യാൻ സ്റ്റിൽ ഡു ഇറ്റ്. OTP വെരിഫിക്കേഷൻ. ഡു ഇറ്റ്. He was a very, very close friend of mine. പുള്ളി എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, കമ്മീഷൻ I hear it like this. Is it true? No, absolutely no. I've shown you. OTP വെരിഫിക്കേഷൻ മതി. നിങ്ങൾ കൊടുത്ത മൊബൈലിലുള്ള OTP വെരിഫിക്കേഷൻ മതി. നിങ്ങൾ ഈ പറഞ്ഞ 5000 വലിയ തുകയ്ക്കുള്ള ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് എന്ത് വെച്ചുകൊണ്ടാ? ലക്ഷക്കണക്കിന് രൂപ ബാങ്കിങ് ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത് we are also going by OTP verification. Only thing is ബാർ കൗൺസിലുള്ള നമ്പർ മാറുമ്പോഴേ ബാർ കൗൺസിലൂടെ അറിയണം. അതിനാണ് ഈ വെരിഫിക്കേഷൻ വെച്ചിരിക്കുന്നത്. വെരിഫിക്കേഷൻ പെൻഡിങ് ആയിട്ടുള്ള മാറ്റേഴ്സിനകത്ത് വെരിഫിക്കേഷൻ ഞാൻ നേരത്തെ കാണിച്ചല്ലോ. Can I ask it? Sir, I couldn't get it. Oath inde idile that is compulsory.
കമ്പൽസറി അല്ല, അബ്സല്യൂട്ട്ലി നോ. ഓക്കെ, താങ്ക് യു സർ ഒരു നമ്മൾ ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാനൊരു സിമ്പിൾ ആയ ഒരു ചോദ്യം ഞാൻ അവരോട് ചോദിക്കാം. സ്പീക്കിംഗ് ഞാൻ എനിക്കിപ്പോ ആളുകളെ ഞാൻ കാണുന്നില്ല. വിനോദ് വള്ളിക്കാപ്പനായിരുന്നു ചോദിച്ചത്. I remember. Adequate Vinod. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് യു മസ്റ്റ് ബി യൂസിങ് ഇപ്പൊ നിങ്ങളൊരു ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനകത്ത് എന്തോരം ഫീച്ചേഴ്സ് ഉണ്ട്. ആർ യു യൂസിങ്? Absolutely no. ഞാൻ സീക്രട്ട് ഫയൽസ് കീപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാ We use only 20% of whatever options are. That's it. ഇതാണ് സംഭവം. ഇതിനകത്ത് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. You need not be carried away by I missed out on that oath verification. അതുകൊണ്ടാ ചോദിച്ചത്. Absolutely no. വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പല സംഗതികളും, ഈ കാറ്റത്ത് കേൾക്കുന്ന പല റൂമറുകളും ഒരു കാര്യവും ഇല്ലാത്ത സംഗതികളാണ്. I did not follow that. ഇപ്പൊ പറഞ്ഞപ്പോ അതുകൊണ്ട് മാത്രം. It's okay. Oath recording എന്ന് പറയുന്നത് in the Kerala scenario it is absolutely unnecessary. Thank you. പിന്നെ സാർ IA ഫയലിങ്ങിനെ സംബന്ധിച്ച് ഒരു കാര്യം അത് ഞാൻ ക്ലിയർ ചെയ്യണം. നിലവിൽ IA ഫയൽ ചെയ്യാനായിട്ട് ഐ വിൽ ഷോ യു ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞതിനകത്ത് ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻസ് എടുക്കുന്നു. അത് മൈ കേസസിൽ നിന്നാണ് അത് എടുക്കുന്നത്. മൈ കേസസിനകത്ത് ഇതിനകത്ത് നിലവിലൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് എടുക്കാൻ നിർത്തിയില്ല. ഇപ്പൊ മൈ കേസസിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇതെന്ന് പറയുന്നത് ഇതൊരു ഇൻഡിജിനസ് ജനറേഷൻ. ഇൻഡിജിനസ് ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈറ്റിൽ തന്നെയാണ് നമ്മൾ ആ ഡോക്യുമെന്റ് ടൈപ്പ് ചെയ്തത്. അല്ല വേറൊരിടത്തും നമ്മൾ പോർട്ട് ചെയ്യല്ലേ, നമ്മൾ അപ്ലോഡിങ് ഇല്ല. ഇതിനകത്ത് തന്നെയാണ് ആ സംഗതി നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ ഇതിലൊരു വെരിഫൈഡ് പെറ്റീഷൻ്റെ മോഡലാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ആ വെരിഫൈഡ് പെറ്റീഷൻ കേരള സിവിൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ ഇറ്റ്സ് ക്ലിയർലി പ്രൊവൈഡഡ് ദാറ്റ് എവരി application shall be interlocutory application shall be accompanied by an affidavit signed by the department. അതില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻസ് നമ്മൾ പ്ലീഡിങ്സ് ആയിട്ട് ഇവിടെ പ്ലീഡിംഗ് ആയിട്ട് ഫയൽ ചെയ്യും. അത് മൈ കേസസിൽ ഫയൽ ചെയ്യുക. നമ്മൾ പുതിയ കേസിലാണ് ചെയ്യുന്നതെങ്കിൽ ആ പുതിയ കേസിലുള്ള IA അതിനകത്ത് തന്നെ ഫയൽ ചെയ്യുക. ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷൻ, അഫിഡവിറ്റും പെറ്റീഷനും. another doubt, I come in for a defendant. ഇപ്പം സൂട്ടില് ഇപ്പൊ പറഞ്ഞതെല്ലാം സൂട്ട് ഫയൽ. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എനിക്കിത് ഈ ഡെമോ സൈറ്റിൽ എനിക്കത് കാണിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ പ്ലീഡിങ്സ് എടുക്കുന്നു. ഈ പ്ലീഡിങ്സ് എടുക്കുന്നതിനകത്ത് നിങ്ങൾ പ്ലീഡിങ്സ് എടുത്തതിനകത്ത് സെർച്ച് മൈ കേസ് എന്ന് കാണുന്നുണ്ടോ? ഈ മൈ കേസസിലോട്ട് നിങ്ങൾ ആദ്യം ഇതിനെ ചെയ്യണം. ഈ പോർട്ട്ഫോളിയോ മാനേജ്മെന്റിൽ വന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കേസ് സെർച്ച് ചെയ്യും. അതിൻ്റെ CRN നമ്പർ കൊടുത്ത് നമ്മൾ കേസ് സെർച്ച് ചെയ്ത് ഡെമോ സൈറ്റാണ്, ഇതിനകത്ത് നമുക്ക് കിട്ടില്ല, ഡീറ്റെയിൽ കിട്ടില്ല. കിട്ടിക്കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മളത് ആഡ് ടു മൈ കേസസ് എന്നൊരു ഓപ്ഷൻ അവിടെ അതിലോട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് മൈ കേസസ് ആയിട്ട് ആഡ് ചെയ്ത് എൻ്റെ കേസ്. അപ്പോൾ എന്നിട്ട് നമ്മളത് എടുത്തു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പ്ലീഡിങ്സ് എടുത്തിട്ട് ഈ പ്ലീഡിങ്സ് വന്നതിന് ശേഷം ഇവിടെ ഈ സെർച്ച് മൈ കേസസ് നോക്കി കഴിഞ്ഞാൽ ആ കേസ് കാണും. റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഫയൽഡ് ബൈ ഡിഫൻഡന്റ് നമ്പർ 1 എന്ന് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് ആ പെർട്ടിക്കുലർ ഡോക്യുമെന്റിലൂടെ നമ്മൾ ബ്രൗസ് ചെയ്യുന്നു, ഓതന്റിക്കേറ്റ് ചെയ്യുന്നു, സബ്മിറ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതും ഇൻഡെക്സിങ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇൻഡെക്സിങ് ചെയ്ത് കഴിഞ്ഞാൽ CASൽ റിഫ്ലക്ട് ചെയ്യുന്നതിന് എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ എല്ലാം പബ്ലിക് ഡൊമൈനിൽ കിട്ടും. അതാണ് അതിൻ്റെ മെച്ചം. ഇൻഡെക്സ് ചെയ്യുന്നതാണ് നല്ലത്. ഇൻഡെക്സ് ചെയ്തില്ലെങ്കിലും ഒന്നുമില്ല. നമ്മുടെ ഫോണിൽ ആപ്പ് വഴി ചെയ്യാൻ പറ്റും രജിസ്ട്രേഷൻ മറ്റുള്ള അല്ല സ്കാനിങ് അല്ല ഈ കോർട്ട് രജിസ്ട്രേഷൻ ഈ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ബാങ്കിങ് ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ ഇതിനകത്ത് ചെയ്യാൻ പറ്റും. പ്രോബ്ലം എന്താണെന്ന് അറിയാമോ? ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും വരും. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഇന്ററപ്റ്റഡ് ആകും. പിന്നെ നിങ്ങൾ ചിലപ്പോൾ ആദ്യം പോലെ എഴുതി വരും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. കഴിയുന്നതും സിസ്റ്റത്തിൽ ആപ്പിൽ ഈ ഫങ്ഷൻസ് ഒന്നും കാണുന്നില്ല. ഈ കോർട്ട് ആപ്പിൽ ഈ ഫയലിംഗ് ആപ്പിലില്ലേ? അങ്ങനെ അല്ലല്ലോ, ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. വ്യത്യാസമുണ്ട്. പറഞ്ഞുതരാം. അതിന്റെ അറേഞ്ച്മെന്റ് ഡിഫറെന്റ് ആണ്. അത്രയേ ഉള്ളൂ. ശ്രദ്ധിച്ചു നോക്കിയേക്കാം.
അത് കഴിയുന്നതല്ല, ഞാൻ അതാ പറഞ്ഞത്, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് സിസ്റ്റത്തിലാണ്. ഒരു വയർലെസ്സിൽ ഇരുന്ന് സിസ്റ്റത്തിൽ ചെയ്യുന്നതാണ് നല്ലത്. നല്ലതും ചെയ്യാം. സർ ഏത് സ്കാനർ സാർ അഡ്വൈസ് ചെയ്യണ ഏതാ സാറേ സ്കാനർ? നമ്മൾ സാധാരണ സ്കാനേഴ്സിൽ കൊടുത്ത് എടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം പബ്ലിക് ഡൊമൈനിൽ വരാനുള്ളതാണ്. അത് പിന്നെ കോടതികൾക്ക് വായിക്കാനുള്ളതാണ്. സിസ്റ്റത്തിൽ ഇനി നമ്മൾ കോടതികളൊക്കെ സിസ്റ്റത്തിലായിരിക്കും ഡോക്യുമെന്റ്സ് വായിക്കുക. അപ്പം ഇപ്പം തന്നെ ഇപ്പോൾ നിങ്ങൾ CNA കോടതിയിൽ കേസ് നടത്താൻ വന്നാൽ നിങ്ങൾക്ക് അറിയാം, ഞാൻ അവിടെ ആർഗ്യുമെന്റ് നോട്ടെന്ന് പറഞ്ഞ സാധനമൊന്നും മേടിക്കാറൊന്നുമില്ല. അവിടെ ഈ ഓരോരുത്തർ ജഡ്ജ്മെന്റ്സ് ഒക്കെ തരുന്ന ഞാനിതൊന്നും പ്രിന്റ് ഒന്നും മേടിക്കാറില്ല. ഇതെല്ലാം സാധാരണ അവരെല്ലാം ചെറിയ CD-കളിലാക്കി തരിക, അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, ഞാൻ ഈ ഒഫീഷ്യൽ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിലോട്ട് നിങ്ങൾ മെയിൽ ചെയ്യാനാണ് പറയുക. ഞാൻ അതാ വായിക്കാം. അപ്പം അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലോട്ട് നമ്മൾ പോകും. അപ്പോൾ സ്കാനേഴ്സ്, പ്രോപ്പറായിട്ടുള്ള സ്കാനേഴ്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഈ പറഞ്ഞ ലാസ്റ്റ് മിനിറ്റിൽ നമ്മൾ മുട്ടിൽ വെച്ച് നമ്മൾ ഈ മാറ്റിങ്ങിൽ ഭാഗത്ത് അങ്ങനെ പറഞ്ഞാൽ ഐ ഹേറ്റ് മാറ്റിങ്, മുട്ടിൽ വെച്ച് അന്യായം എഴുതും. 80 പേജിൻ്റെ നോട്ട്ബുക്കിൻ്റെ മധ്യത്തെ പേജ് എടുത്ത് മുട്ടിൽ വെച്ച് അന്യായം എഴുതുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതുപോലത്തെ അത്ര ബ്രെത്ത് ടേക്കിംഗ് അർജൻസി ഒക്കെ ഉള്ള മാറ്റേഴ്സിനകത്ത് യു ക്യാൻ ഈവൻ യൂസ് ഡോഗ് സ്കാനർ. നമ്മളെ ഈ ആൻഡ്രോയിഡ് ഫോണുകളിൽ കിട്ടുന്ന ഡോഗ് സ്കാനേഴ്സ് ഉപയോഗിക്കാൻ പറ്റും. ഇന്ത്യൻ ഡോഗ് സ്കാനേഴ്സ്, ഡോക്യുമെന്റ് സ്കാനേഴ്സ് കുറച്ചെണ്ണം ഉണ്ട്. അതിലൊന്നും ഓപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ഫീച്ചേഴ്സ് ഒന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് അത് അഡ്വൈസബിൾ അല്ല. അത് കൊടുത്താലും ഈ സിസ്റ്റം എടുക്കും എന്നുള്ളതേ ഉള്ളൂ. കാരണം ഹൈക്കോർട്ടിൽ സാർ ഈ ക്യാം സ്കാനർ വെച്ചിട്ട് ആപ്പ് വെച്ചിട്ട് ചെയ്തപ്പോൾ അതിന് വാട്ടർമാർക്ക് ഉള്ളതുകൊണ്ട് ചിലതൊക്കെ ഡിഫക്റ്റ് അടിച്ചു. മൊബൈലിൽ അഡോബ് സ്കാനർ നല്ല ഒരു പ്രോബ്ലം ഉണ്ട് അതിനകത്ത്. സ്കാനേഴ്സ്, പ്രോപ്പറായിട്ടുള്ള സ്കാനേഴ്സ്, അത് ഇതിൽ വാട്ടർമാർക്ക് ഇല്ലാത്തത് കിട്ടും. അതിന്റെ പെയ്ഡ് വെർഷൻസിൽ വാട്ടർമാർക്ക് കാണാം. ഇന്ത്യയിൽ ഇല്ലല്ലോ. ഇന്ത്യയിൽ ക്യാം സ്കാനർ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ക്യാം സ്കാനർ ഇപ്പൊ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. അതിൽ ക്യാം സ്കാനർ ചൈനീസ് ആപ്പുകളുടെ ഒരു പ്രോബ്ലം, അതിന്റെ സെക്യൂരിറ്റി ഫീച്ചേഴ്സ്. ഇപ്പൊ നമ്മൾ സൂം ഉപയോഗിക്കുന്നില്ലേ? How many of you know that the Ministry of Home Affairs have despised the use of this particular? മൊബൈലിൽ അഡോബ് സ്കാനർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. Adobe does, it's good. Still അതിനകത്ത് വാട്ടർമാർക്ക് ഉണ്ട്. It's very not clear. സർ, നമുക്ക് 3 സ്കാനർ ഹൈക്കോർട്ട് നാളെ തരുന്ന 7 ലാപ്ടോപ്പ് 3 സ്കാനർ ഇന്ന് രാത്രി കിട്ടിയിട്ടുണ്ട്. നമ്മൾ നാളെ ഇൻസ്റ്റാൾ ചെയ്യാണ്. നാളെ രാവിലത്തേക്ക് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യും. ലാപ്ടോപ്സ് ഐ തിങ്ക് ലാപ്ടോപ്സ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലേ? കിട്ടിയില്ല. എനിക്ക് എല്ലാം കൂടി 7 ലാപ്ടോപ്പ് നാളെ രാവിലെ തരാം. ഇന്ന് കിട്ടിയിട്ടുണ്ട്. മണി മാഡം വിളിച്ചിട്ടുണ്ട്. ഇന്നിവിടെ കിട്ടി, ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്. ഒരു 3 സ്കാനറും ഉണ്ട്. അല്ല, എനിക്ക് തോന്നുന്നു നാളെ. നിങ്ങൾക്ക് എക്സംഷൻ വേണമെന്നുണ്ടെങ്കിൽ യു സീക്ക് ഫോർ എക്സംഷൻ. ഐ ഹാവ് ഓൾറെഡി ടേക്കൺ ഇറ്റ് അപ്പ് സർ. അതൊരു ആസ് എ റൂൾ ചെയ്യില്ലെന്നേ ഉള്ളൂ. കേസ് ടു കേസ് ചെയ്യാം. അത് അഷുറൻസ് പറയണ്ട, നടക്കാം. അല്ല, സെക്ഷൻ 10 അല്ലാതെ തന്നെ, അതല്ല സർ, സെക്ഷൻ 10 അല്ലാതെ തന്നെ സെക്ഷൻ 10 അല്ലാതെ തന്നെ നാളെ 2 ദിവസം ടിൽ വി ഗെറ്റ് ഇൻ ടു ദ ഗ്രൂവ് ഇഷ്യൂ ഉള്ളതിന് സോമൻ സാറിനോടും മണി മാഡത്തിനോടും ജസ്റ്റ് മുഷ്താഖ് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ രാത്രി പ്രോമിസ്ഡ് അസ്. പക്ഷെ ഇത് ഈ ഫയലിംഗ് എന്തായാലും വേണം. പക്ഷെ തൽക്കാലത്തേക്ക് ഈ ഇഷ്യൂസ് ഇന്നലെ നമ്മളെല്ലാം അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടാണ് അക്സെപ്റ്റ് ചെയ്യിച്ചത് ഫിസിക്കൽ ഫയൽസ്. I think this has made many of you. Sir, ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ? Yes, please. ഈ ഫയലിൽ നമ്മൾ ആ ഫസ്റ്റ് പ്ലെയിന്റിഫിന്റെ കൊടുത്തു, ഡിഫൻഡന്റ് കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫാക്ട് കൊടുത്തു, കോസ് ഓഫ് ആക്ഷൻ കഴിഞ്ഞിട്ട് ഒരു കേസ് ഫയലിംഗ്, ഈ ഫയൽ എന്നുള്ള ടാബ് ഉണ്ടല്ലോ, അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രം ദാറ്റ് മൊമെന്റ് നമുക്ക് ആ ഫയൽ ചെയ്തെന്നുള്ള ഒരു, ഞാൻ ചോദിക്കുന്ന ലിമിറ്റേഷൻ ക്വസ്റ്റ്യൻ വരുന്ന ഒരു കേസിൽ അങ്ങനെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് പോയിന്റ് ഓഫ് ടൈം മുതൽ നമുക്ക് ആ ഒരു ലിമിറ്റേഷൻ ഫൈനൽ സബ്മിറ്റ് മുതലും അല്ല, ആസ് പെർ റൂൾസ് CS കൺസ്യൂം ചെയ്യുന്ന പോയിന്റ്. CS കൺസ്യൂം ചെയ്താൽ മാത്രമേ നമുക്ക് ലിമിറ്റേഷൻ അടുത്ത വർക്കിംഗ് ഡേയിലെ രാവിലെ ആ ദിവസം അത് ചോദിക്കാൻ കാരണം ഞാൻ ഇന്നലെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇന്നലെ സബ്മിറ്റ് ചെയ്തതിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വന്നുകൊണ്ട് ഞാൻ ചോദിച്ചതാണ്. സബ്മിഷൻ നടത്തി ഇന്നലെ തന്നെ, പക്ഷെ അത് CS കൺസ്യൂം ചെയ്യാൻ സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് കൺസ്യൂംഡ് ഇൻ CS എന്നാണ് കാണിച്ചുകൊണ്ട് ഇന്നലെ വൈകിട്ട് വരെ. അത് നിങ്ങൾ ഫിസിക്കലായിട്ട് ചെയ്തോളൂ. യു ക്യാൻ ഡു ദ എക്സംഷൻ, യു ക്യാൻ സീക്ക് എക്സംഷൻ അണ്ടർ റൂൾ 10. ഈ ഫയലിംഗ് റൂൾസിലോ റൂൾ 10 അനുസരിച്ച് എക്സംഷൻ സീക്ക് ചെയ്യാം. എക്സംഷൻ സീക്ക് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ പോളിസി. സോ യു ക്യാൻ ഡു ദാറ്റ്.
സാറേ ഒരു സംശയം ചോദിച്ചിട്ട് സാറേ, ഈ സ്കാനറിന്റെ കാര്യം സാർ പറഞ്ഞല്ലോ. ഈ സ്കാനറിന്റെ കാര്യം പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം പറയാനുള്ളത് സാറേ, ഈ നമ്മുടെ സാധാരണ ഇപ്പൊ ഹൈക്കോടതിയിലൊക്കെ A4 ആക്കിയല്ലോ, A4 പേപ്പർ. വേറെ ആരോടേക്ക് സംസാരിക്കേണ്ട ഇല്ല. അപ്പൊ സാറേ, നമുക്ക് ഈ കേരളം മൊത്തമായിട്ട് നമ്മൾ ഈ ഫയലിങ് ഇത് വരുന്നതുകൊണ്ട് നമ്മള് ഈ മൊത്തമായിട്ട് ലോവർ കോർട്സിലും A4 പേപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത് സിസ്റ്റത്തിലുള്ള ഈ സ്കാനർ തന്നെ ഉപയോഗിക്കാൻ പറ്റും. മറ്റേതാണെങ്കിൽ ലീഗല് നമുക്ക് സിസ്റ്റത്തിൽ ഈ സ്കാനിങ് പറ്റൂല. അങ്ങനെയാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും. നേരത്തെ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് A4 പേപ്പർ മതിയെന്ന്. പക്ഷെ അത് നമ്മളെ ലോവർ കോർട്ട് ജുഡീഷ്യലി ഇതുവരെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അതിനൊരു റിക്വസ്റ്റോ അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് കൂടി ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും എനിക്ക് ഒരു അഭിപ്രായമുള്ളൂ. ജസ്റ്റ് വിനോദ് ചന്ദ്രനോട് ഇന്നലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം റൂൾസിൽ ഫുൾ സ്കാപ്പ് പേപ്പർ എന്നാണ് പറയുന്നത്, ഫുൾ സ്കാപ്പ് ഫോളിയോ പേപ്പർ. ഇന്നലെ ജസ്റ്റിസ് വിനോദ് ചന്ദ്രനോട് ഈ സാധനം രാവിലെ സംസാരിച്ചാണ്. അപ്പൊ അദ്ദേഹം അപ്പൊ തന്നെ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആരെങ്കിലും രജിസ്ട്രാർ ഉണ്ടോ? ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന് അപ്പൊ തന്നെ വിളിപ്പിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു A4ലും ചെയ്തോട്ടെ, ബിക്കോസ് മറ്റേ ഫുൾ സ്കാപ്പ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി 25,000 രൂപയുടെ എന്തോ സ്കാനർ വേണം. A4 അക്സെപ്റ്റ് ചെയ്തോളൂ, ഡബിൾ സൈഡ്, ഡിഫക്റ്റ് അടിക്കില്ല, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനുള്ള സർക്കുലർ ഹൈക്കോർട്ട് ഈ ആഴ്ച ഇറക്കാം. പക്ഷെ ഇൻ ദ മീൻ ടൈം A4 ഫയൽ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ. ഇപ്പൊ ഡിഫക്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അസോസിയേഷനിൽ പറഞ്ഞാൽ മതി, നമ്മളത് വീൽ ടേക്ക് ഇറ്റ് അപ്പ് ശരിയായിക്കോളാം. ജോസ് സർ. ഡിസ്ട്രിക്ട് കോർട്സിൽ അത് കമ്പൽസറി ആക്കുന്നില്ല. ഒരു കാര്യം ചോദിച്ചോട്ടെ സാറേ, ഈ ഇപ്പൊ സൂട്ട് അമെൻഡ് ചെയ്യണമെങ്കിലേ എന്ത് ചെയ്യണം? ഒരു അമെന്റ്മെന്റ് വല്ലതും വരികയാണെങ്കിൽ നോർമലി നമ്മൾ എന്താണ് ചെയ്യുന്നത്? സാധാരണ ഫിസിക്കലി നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതിന്റെ ഇലക്ട്രോണിക് ഓൾട്ടർനേറ്റീവ് ആണ് നമുക്ക് ഇതിൽ ചെയ്യാനുള്ളത്. പ്ലീഡിങ്ങിൽ പോവുക, അമെൻഡഡ് പ്ലെയിന്റ് ആഡ് ചെയ്യുക. അതിന്റെ ഇന്റർലോക്യൂട്ടറി ആപ്ലിക്കേഷനും പ്ലീഡിങ്ങിൽ പോയി നമ്മൾ ഫയൽ ചെയ്യുന്നു. ഓർഡേഴ്സ് ഉണ്ടാകുന്നു. ഓർഡേഴ്സ് ഉണ്ടായതിനു ശേഷം നമ്മൾ അമെൻഡഡ് പ്ലെയിന്റ് നമ്മൾ പ്ലീഡിംഗ് ആയിട്ട് ആഡ് ചെയ്യും. This is all. Thank you. Sir, ഞാൻ അഡ്വക്കേറ്റ് ഷിറാസ് ആണ്. Many of the questions are over by now. Sir, അഡ്വക്കേറ്റ് ഷിറാസ് ആണ് സർ. സാർ, നമ്മൾ ഇ ഫയലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇ ഫയലിംഗ് ചെയ്തെന്നുള്ളതിന് നമ്മൾക്ക് എന്തെങ്കിലും മറുപടി എന്തെങ്കിലും വരുമോ? എന്നിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ ഫിസിക്കൽ ഫയലിംഗ് നോട്ടിഫിക്കേഷൻ. അപ്പൊ അത് നമ്മൾ പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ഫിസിക്കൽ ഫയലിന്റെ ഒപ്പം വെച്ചിട്ട് ഫയൽ ചെയ്യണോ? അങ്ങനെയാണോ സാറേ? അങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ സർ. ഓക്കെ, താങ്ക് യു. Sir, may I ask? Yes. Sir, physical copy എത്രണ്ണം ഫയൽ ചെയ്യണം? Physical copy ഫയൽ എത്രണ്ണം ഫയൽ ചെയ്യണം? How many copies? പറയാം. അത് എൻ സ്റ്റെപ്പ് വന്നിട്ടില്ല. എൻ സ്റ്റെപ്പ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫിസിക്കൽ കോപ്പീസ് ഫയൽ ചെയ്യേണ്ട ആവശ്യം പോലും ഉണ്ടാവില്ല. എൻ സ്റ്റെപ്പ് വന്നിട്ടില്ല. അതുകൊണ്ട് നിലവിലുള്ള പ്രൊസീജിയർ അങ്ങനെ അത് പോകാം. എത്ര കോപ്പി എത്ര പ്രതി ഉണ്ടെന്ന് വെച്ചിട്ടല്ലേ നമ്മൾ കോപ്പികളുടെ എണ്ണം ഫിക്സ് ചെയ്യുന്നത്. അങ്ങനെയാണ് കോപ്പി. സാർ, കോഡ് ഫീ അപ്പൊ അടച്ചിട്ട് ആ മെമ്മോ ആണോ അപ്ലോഡ് ചെയ്യേണ്ടത്? കോഡ് ഫീ എല്ലാം ഹലോ കോഡ് ഫീ മെമ്മോ അപ്ലോഡ് ചെയ്യും. മെമ്മോയുടെ സ്കാൻഡ് കോപ്പി. അത് മറ്റേ കോഡ് ഫീ ഒട്ടിച്ച സാധനമാണോ അപ്ലോഡ് ചെയ്യേണ്ടത്? അത് മെമ്മോ മാത്രം മതിയോ? ഒട്ടിച്ച് അതുകൊണ്ടാണ് സ്കാൻഡ് എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. നമ്മൾ ഒട്ടിക്കുകയും ഒപ്പിടുകയൊക്കെ ചെയ്യുമ്പോൾ സ്കാൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പോൾ നല്ലത്. ആദ്യം ഫയൽ ചെയ്യണ സമയത്ത് എല്ലാം കോഡ് ഫീ എല്ലാം കയ്യിൽ വാങ്ങിച്ചു വെച്ചിട്ടാണ് ചെയ്യാൻ. അല്ലേ ഇപ്പോഴും ചെയ്യുന്നത്? അല്ല, ക്ലർക്കിന്റെ അടുത്ത് കൊടുത്തിട്ട് അവരല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ ഓഫീസിൽ ഇത് വാങ്ങിച്ചു വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ. അത്ര സൗണ്ട് ബ്രേക്ക് വരും സാർ. Yes. So shall we call it a day, Anil? Thank you so much, sir. ഇനി നമ്മൾ ഹോപ്പ്ഫുള്ളി എല്ലാവരും വർക്ക് തുടങ്ങുമ്പോൾ പിന്നെ ഇനിയുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് പോകും. ഇല്ലെങ്കിൽ സാറിനെ ഒന്നും കൂടെ ഞങ്ങൾ എങ്ങനെയെങ്കിലും സാർ സമയം തരണം, ഒരു ദിവസം കൂടെ ശല്യം ചെയ്യും. അറിയാം സർ. അല്ല, സാറ് നോഡൽ ഓഫീസർ ആയതുകൊണ്ട് ഞങ്ങൾക്ക് സാറിനല്ലേ പിടികൂടാൻ നോക്കുള്ളൂ. കേൾക്കുന്നില്ല സർ, യു ആർ ബ്രേക്കിംഗ് അപ്പ്. ഇപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ഓക്കെ സാറിന്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് കിടക്കുക സാർ, അതുകൊണ്ട് കാണാൻ പറ്റില്ല. റാലി ഉണ്ട്, രഞ്ജിത്തുണ്ട്, അവരിവിടെ ഉണ്ട്, കൂടെ ഉണ്ട്. അവരെ കൊണ്ട് അടുത്ത പ്രസന്റേഷൻ അവരെ കൊണ്ട് അല്ലെങ്കിൽ അവർക്കും ഒരു Q&A ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചാൽ
റാലി എന്റെ കൂടെ Q&A ഞാൻ ആവശ്യമുള്ളൂ. റാലി Okay, fine. Rally must be watching it, I think. റാലി ഉണ്ട്, എന്റെ കൂടെ ഉണ്ട്. Hi, Rally. Sir, hi, sir. Okay, so I think the next presentation you do it. You can do. There's absolutely no issue. The demo site in there from the demo site. ഈ പറഞ്ഞ സംഗതികളൊക്കെ ഒന്ന് ഓർത്ത്. സോ ഐ തിങ്ക് എനിക്ക് നമ്മൾ പറഞ്ഞ ഈ ഒരു സെഷനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടു ബൂസ്റ്റ് കോൺഫിഡൻസ് ലെവൽ. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു വിഷയം. I have done something towards that end. I'll be glad that I have done a good job. Definitely, sir. More than that. ബാർ അസോസിയേഷന്റെ മുഴുവൻ എല്ലാവരുടെയും പേരില് The other thing you will do, I'm damn sure of it. പറഞ്ഞ ഒരു സാധനം അപ്പൊ നമ്മുടെ രാജഗോപാൽ സാറ് ഞങ്ങൾക്ക് വേണ്ടി, രാജഗോപാലൻ ഗോപിനാഥൻ സാർ, രാജഗോപാൽ സാർ ഒരു നന്ദി പറഞ്ഞേക്ക് ഞങ്ങൾക്ക് വേണ്ടി. താങ്ക് യു കമനീഷ് സാർ. ഗുഡ് നൈറ്റ് എല്ലാവരും. രാജഗോപാൽ സാർ ഒരു വാക്ക്. സാർ മ്യൂട്ടാണ്, രാജഗോപാൽ സാർ മ്യൂട്ടാണ്. Thank you, sir, for spending this much time with us. Very informative, sir. I didn't see you, Raj. Yes. രാജഗോപാലിനെ കണ്ടു ഉറങ്ങാതെ ഞാൻ ഈ ആരെയും കാണുന്നില്ല. ഇല്ല, ഡെമോ സൈറ്റ് ഷെയർ ചെയ്ത് കിടക്കുന്നുണ്ട് സാറിന്റെ സ്ക്രീൻ ഡെമോ. ഓക്കെ.